المعروف جامعة محمد صاحب الإحسان والكلم محمد صاحب الإحسان والكلم പുണ്യനബിന്റെ തലോടൽ കിട്ടാൻ അന്നു കരഞ്ഞ തബിൻ കഷണം ഈ വിധമായൊരു ചിന്തയിലൊന്ന് പൊട്ടിക്കരഞ്ഞു മറുൽ ഫാറൂ പുണ്യമദീനയിലന്തിയുറങ്ങും അന്ത്യറസൂലിൽ മന്നാനേ എത്തിക്കണേ ഞങ്ങളിന്നു ചൊല്ലുന്ന നല്ല സ്വലാത്തുകളുടയോനേ വന്ന സിറായിലെന്നൊരു നാളിൽ ജദ്ദുൽ ഹുസൈൻ്റെ റൂഹെടുക്കാൻ വന്ന സിറായിലെന്നൊരു നാളിൽ ജദ്ദുൽ ഹുസൈൻ്റെ റൂഹെടുക്കാൻ ഫാത്തിമ ബീവിതൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണയ്ക്കാൻ ഫാത്തിമ ബീവിതൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണയ്ക്കാൻ പുണ്യനബിന്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ പുണ്യനബിന്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ കൽബുകളായിരമായിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലേ കൽബുകളായിരമായിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലേ വഅലൈക ഹുബ്ബീ യാ റസൂലല്ലാഹി വഅലൈക ഹുബ്ബീ യാ റസൂലല്ലാഹി വഅലൈക ഹുബ്ബീ യാ റസൂലല്ലാഹി മിൻ ഇൻദി ദില്ലാസി സ്വലാത്തുല്ലാഹി അലൈഹാ തഹിയ്യതുഹു സലാമുല്ലാഹി ഇജ്ലാല ഖദ്രി ഖാശിഖൻ തഫഖീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഏറ്റവും സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ പൂവച്ചൽ ടൗൺ ജുമാ മസ്ജിദിന്റെ ആദരണീയനായ ഇമാം അബ്ദുൽ ഖാദർ ഉസ്താദ് അവറുകളെ, ശുദ്ധമായ ഈ മജ്ലിസിലേക്ക് എത്തിച്ചേർന്ന കർമ്മധീരന്മാരായ പണ്ഡിത സുഹൃത്തുക്കളെ, ഈ മഹലിൻ്റെയും ഇതിൻ്റെ പരിസര മഹല്ലുകളുടെയും കർമ്മധീരന്മാരായ പരിപാലക സമിതി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിം കൂട്ടും സഹോദരങ്ങളായ കൂട്ടുകാരെ, ഉമ്മവങ്ങന്മാരെ, രക്ഷകർത്താക്കളെ, കാരണവന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതത്തിലുള്ള സഹോദരി സഹോദരങ്ങൾക്ക് അനുഗ്രഹീത ഇസ്ലാമിൻ്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആദ്യമായി അറിയിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ പരിപാലകനായ പടച്ചതമ്പുരാൻ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട മജ്ലിസുകളുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുപോര സർവദോഷങ്ങളും സർവേശ്വരനായ സൃഷ്ടാവ് പുറത്തു തരികയും ശിഷ്ടകാല ജീവിതം സമസ്ത ദോഷങ്ങളിൽ നിന്നകന്ന് അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി മാറ്റിവെച്ച് സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള എല്ലാ ബാധ്യതകളും നിറവേറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അനുഗ്രഹീതമായ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള മഹാഭാഗ്യം സൃഷ്ടാവായ തമ്പുരാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ വിരഹവേദന സഹിക്കാനാകാതെ മനസ്സിന്റെ ഉള്ളറയിൽ ഇപ്പോഴും ചിന്തനീയമായ വേദനകൾ നമുക്ക് സമ്മാനിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്നും ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഓടിയകന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, മുൻഗാമികളായ സുഹൃത്തുക്കൾ, സഹപാഠികൾ, സഹോദരങ്ങൾ
ഇന്നലെയുടെ ഡയറിത്താളുകളിൽ നമ്മെ സഹായിച്ചവരായി നാം രേഖപ്പെടുത്തിയിരിക്കുന്ന മഹത്തായ പേരിനുടമകളായ ആ സഹായികളെയും സഹകാരികളെയും മുഴുവൻ പേരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ രാവിന്റെ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. നാം ഇവിടെ ചർച്ച ചെയ്തത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിപാലകനായ പടച്ചതമ്പുരാൻ ഭാഗ്യം തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനുകളെ, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉത്തമ കുടുംബം ഉന്നത സമൂഹം എന്ന വിഷയത്തിന്റെ ഒരു ഭാഗം അഥവാ ഉത്തമ കുടുംബനാഥൻ എന്നത് നാം ചർച്ച ചെയ്തു. ഇന്ന് സഹധർമ്മിണികളോട് സ്നേഹപൂർവം എന്ന അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൽക്കാലത്ത് വരുന്ന എല്ലാ സ്ത്രീ സമൂഹത്തിനും ഉതകുന്ന രീതിയിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചെയ്ത വ്യത്യസ്തമായ കുറെ ഉപദേശങ്ങൾ, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നാളെ നമ്മുടെ സമാപന ദിവസമാണ്. നാളെ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇബാദത്തുകളും ആരാധനകളുമായി ബന്ധപ്പെട്ട് സമാപനം ഇൻഷാ അല്ലാഹ് പരലോക ചിന്തയോടെ നിറകണ്ണുകളോടെ വേണം പിരിയാൻ. അള്ളാഹു ഈ സദസ്സിൽ വന്ന് നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സാധാരണ സ്ത്രീകളെക്കാളും ധാരാളം പ്രത്യേകതകളുണ്ട്, അതൊരു ഭാഗം. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രത്യേകത, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അവൾക്ക് പിന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്ത് അള്ളാഹു പടച്ച ഒരു പെണ്ണിനെ പോലെയുമല്ല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അള്ളാഹു പടച്ചിരിക്കുന്നത്. സ്വഭാവ രീതിയിലും ഇടപെടലിലും സംസാരത്തിലും ധാരാളം പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ പ്രിയപ്പെട്ടവളായ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരയേണ്ട കാര്യത്തിന് മാത്രമേ കരയുള്ളായിരുന്നു, ചിരിക്കേണ്ട കാര്യത്തിന് മാത്രമേ ചിരിക്കുകയും ചെയ്യുകയില്ല. ചിരിക്കേണ്ടി വന്നാൽ മാത്രം ചിരിക്കുന്ന, കരയേണ്ടി വന്നാൽ മാത്രം കരയുന്ന, അത് രണ്ടും ആവശ്യമാണെന്ന് മനസ്സിലാവുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ സഹോദരിമാർക്കില്ലാത്തതും അതാണ്. നമ്മൾ കരയുന്നത് കരയേണ്ട കാര്യത്തിനല്ല, നമ്മൾ ചിരിക്കുന്നത് ചിരിക്കേണ്ട കാര്യത്തിനുമല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്ത് ഏറ്റവും അധികം പൊട്ടിക്കരഞ്ഞു പോയിട്ടുള്ള 2 സന്ദർഭങ്ങളാണ് ഏറ്റവും അധികം കരഞ്ഞു പോയിട്ടുള്ളത്. ഒന്ന്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ എവിടെ യാത്ര കഴിഞ്ഞാലും പ്രവാചകർ നേരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് വരിക. അപ്പൊ ഈ യുദ്ധത്തിന്റെ പരമോന്നതമായ വിജയം കഴിഞ്ഞ സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വരുമ്പോ എന്റെ വീട്ടിൽ എനിക്ക് പ്രവാചകരെ സ്വീകരിക്കാൻ വേണ്ടി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കുറച്ച് കൈവളകൾ 2 കൈയിലും അണിഞ്ഞുകൊണ്ട് പ്രവാചകരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്നു. അള്ളാഹുവിന്റെ ഹബീബാര പ്രവാചകർ പതിവ് പോലെ ആയിരുന്നില്ല. എല്ലാ ദിവസം വന്നാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഒന്ന് തലോടുകയും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചുപോയി. ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. വേദനയോടെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ കാര്യം പറഞ്ഞു. അലിയാർ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോൾ ഹബീബാര പ്രവാചകര് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ ഫാത്തിമയെ കാണാതെ മടങ്ങിപ്പോയത്? എന്തുകൊണ്ടാണ് ഫാത്തിമന്റെ അടുത്തേക്ക് ഞാൻ കടന്നു ചെല്ലാത്തത്? എന്തുകൊണ്ടാണ് ഫാത്തിമയെ ഞാൻ സന്തോഷിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് ഫാത്തിമയെ ഞാൻ തലോടാത്തത്?
അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അലിയെ, സ്വർഗത്തിന്റെ റാണികളിൽ നേതാവായിട്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകേണ്ടുന്ന എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് എന്തിനാണ് കയ്യിൽ വള? അള്ളാഹുവിന്റെ റസൂലിന്റെ മരുമകൻ ഓടി വന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് കാര്യം പറഞ്ഞു. ആ സമയം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ ഏറ്റവും അധികം പൊട്ടിക്കരഞ്ഞു പോലെ ഒരു രംഗമായിരുന്നു. ചരിത്രം പറയുന്നു, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുകളുണ്ടല്ലോ, കരയുമ്പോ പോലും സൗന്ദര്യത്തിന്റെ തിടമ്പായിരുന്ന കണ്ണുകൾ, പൊട്ടിക്കരഞ്ഞാൽ പോലും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണാൻ എന്തോ ഒരു ഭംഗിയായിരുന്നു. പക്ഷേ ഈ കരച്ചിൽ വല്ലാത്ത ഒരു അത്ഭുതമായിരുന്നു. പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് അവിടത്തേക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സൗന്ദര്യവും ഒരു സന്തോഷവും ഒരു ആഹ്ലാദവും അവിടുത്തെ കരളാറെ ഈ ഫാത്തിമ ബീവിക്ക് വേണ്ട നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈകളും പരസ്പരം ഇടിച്ചുകൊണ്ട് കൈവളകളെ പൊട്ടിച്ചുകൊണ്ട് മുത്തുനബിയുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിച്ചു പോരെങ്കിൽ രണ്ടാമത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞതെപ്പോഴാണ്? രണ്ടാമത് ഏറ്റവും അധികം പൊട്ടിക്കരഞ്ഞത് ശുറഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ആലും സഹാബത്തും ആകെ തളർന്നല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു, മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഫഅലൈക ഹുബ്ബി യാ റസൂലല്ലാഹി. ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാ സമയത്ത് ഹബീബാര പ്രവാചകന്റെ അടുത്തിരുന്നു കൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ വേദനയോടെ പ്രയാസത്തോടെ നിലവിളിയോടെ പൊട്ടിക്കരഞ്ഞു പോയി. ആ കണ്ണുനീര് കണ്ട് സഹിക്കാനാകാതെ പ്രവാചകൻ പ്രിയപ്പെട്ട മകളെ അടുത്തേക്ക് വിളിക്കുകയാണ്, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ അടുത്തേക്ക് വിളിക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, ലോകത്തൊരു പിതാവ് മരണപ്പെടുമ്പോഴുള്ള മകളുടെ കരച്ചിലല്ല അവിടെ കാണുന്നത്. നമുക്ക് കളിപ്പാട്ടം വാങ്ങിത്തന്ന നമ്മള് നമ്മുടെ കൈപിടിച്ചുകൊണ്ട് വീഗാലാൻഡിൽ കൊണ്ടുപോരാ, സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ആർഭാടത്തിന്റെ വേളകളിലേക്ക് നമ്മളെ കൊണ്ടുപോരാ. നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെടുമ്പോ ഒരു പൊന്നുമോള് കരയുന്ന തേങ്ങലല്ല നമുക്കിവിടെ കാണാൻ കിടുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കരമെന്ന് പറഞ്ഞ ഫാത്തിമ, പ്രവാചകന്റെ ചുണ്ടുപോലെ ചുണ്ടുള്ള കണ്ണുപോലെ കണ്ണുള്ള പോലെ പ്രവാചകന്റെ മുഖകമലം വരച്ചു വെച്ചിട്ടുള്ള ഫാത്തിമ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വിട പറയുന്ന രംഗം ഓർക്കാൻ പോലും ഫാത്തിമ ബീവിക്ക് സാധിച്ചിരുന്നില്ല. ഇനി ആരാണ് എന്നെ തലോടാൻ, ഇനി ആരാണ് എന്നെ സമാധാനിപ്പിക്കാൻ, ഇനി ആരാണ് എന്റെ മനസ്സിന്റെ വേദന മാറ്റാ? എന്റെ കുടുംബത്തിനകത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് എന്റെ കൈവെള്ള പൊട്ടിപ്പോയിട്ട് ഒരു ജോലിക്കാരനെ ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരല്ലേ എന്റെ തലതിലോടിയിട്ട് മോളെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയാൻ എന്നെ പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയം പൊട്ടി കണ്ണുനീരണക്കെട്ടുകൾ ഒഴുകുന്നത് പോലെ പൊട്ടിയൊഴുകിപ്പോയ രംഗമുണ്ടല്ലോ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അതേവരെ അത്രത്തോളം കരഞ്ഞിട്ടില്ല. ഇതേപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചത്. ഇപ്പൊ 2 പ്രാവശ്യം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് കരഞ്ഞു എന്ന് പറഞ്ഞു. ഇതേപോലെ ഒരുപാട് ചിരിച്ച 2 സമയമുണ്ട്. ഒരുപാട് ചിരിച്ച 2 സമയം ഇതേപോലെ ഉണ്ട്. അതെപ്പോഴൊക്കെയാ? ഒന്ന്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഏറ്റവും അധികം പുഞ്ചിരിച്ച ഒരു സമയം ഈ രണ്ടാമത് കരഞ്ഞ സമയത്ത് തന്നെയാണ്. പ്രവാചകന്റെ വഫാത്തിന്റെ വേളയിലാണ് രണ്ടാമത് കരഞ്ഞതെങ്കിൽ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എത്രമാത്രം ശക്തിയിൽ കരഞ്ഞോ അതേ ശക്തിയിൽ പുഞ്ചിരിക്കുകയും ചെയ്തു. അതെപ്പോഴാ? എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് കാതിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ഹബീബായ പ്രവാചകർ അടുത്ത് വിളിച്ചിട്ട് കാതിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ആ രഹസ്യം കേട്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചു. എന്തായിരുന്നു രഹസ്യം? ഹബീബായ പ്രവാചകർ പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട, എന്റെ കുടുംബത്തിൽ
ഞാൻ കഴിഞ്ഞാൽ, എന്റെ വഫാത്ത് കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിന്നും മരണം കൊണ്ടുപോകുന്നത് ആദ്യം നിന്നെയായിരിക്കും ഫാത്തിമ, നീയായിരിക്കും ആദ്യം മരണപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പുഞ്ചിരിച്ചു പോയത്രേ. നീയാണ് മരണപ്പെടുന്നെന്ന് പറഞ്ഞപ്പോഴാ ചിരിച്ചേ. നമ്മളെ മരണം പറഞ്ഞാൽ നമ്മൾ ചിരിക്കോ? കുടുംബശ്രീയുടെ പ്രസിഡന്റ് തലയിൽ വരിക്കച്ചക്ക വീട് മെഡിക്കൽ കോളേജിൽ കിടക്കാണ്. താത്തമാര് കാണാൻ പോവാണ്, ഓട്ടോ വിളിച്ചു. കാണാൻ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പടച്ചവനെ ഇങ്ങനെ കിടക്കാനുള്ള ശീലവാത്ത, എന്ത് ഉഷാറായിട്ട് റോഡ് പുല്ല് പറിക്കാനും തോട് വെട്ടാനൊക്കെ വന്ന താത്ത, അള്ളാഹു അതാ കിടക്കുന്നു. കാലിൽ 4 കമ്പി അടിച്ച് കയറ്റി വെച്ചു കൊടുത്തു. ഇങ്ങനെ കിടക്കാണ്. ഭാരം ഇങ്ങനെ 3-4 കിലോ സിമെന്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, ഇനി രക്ഷപ്പെടുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞ് കാണാൻ ചെന്ന ഒരാൾ. താത്ത അവിടെ കിടന്നുകൊണ്ട് കാല് പൊക്കാൻ പോയെങ്കിലും ഒക്കണ കമ്പി കൊണ്ട് 2 അടി തലയ്ക്ക് കൊടുക്കും. കാരണം എന്താ? മരിക്കുമെന്ന് കേൾക്കാനാണ് അവർക്ക് ആഗ്രഹം, അല്ല ജീവിച്ചിരിക്കുമെന്ന് കേൾക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. മരിക്കും എന്ന് പറഞ്ഞാൽ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന ആളിനും ചിന്ത എന്തെന്നറിയോ? ഈ ഒരു വെപ്രാളം വ്യാഹാരമൊക്കെ 15 മിനിറ്റ് കഴിയുമ്പോൾ മാറും, ഞാൻ വീണ്ടും പഴയതുപോലെ വരുമെന്ന ചിന്തയിലാണ് എല്ലാ മരിക്കാൻ കിടക്കുന്നവരും കഴിവിന്റെ പരമാവധി. പിന്നെ മക്കളെ കാണുമ്പോ പറയും, പോവാറായി മക്കളെ, വാപ്പ പോവാറായി. എങ്കിലും ഉള്ളിലെന്താ? വാപ്പ അങ്ങനെ പോകൂലടാ. ഉള്ളില് സംഭവം തട്ടിപ്പോവാറായെങ്കിൽ ഇങ്ങനെ പറയുള്ളൂ. കാരണം എന്താ? മരണത്തോട് അത് മനുഷ്യ സഹജമാണ്. അപൂർവം ചില വിശ്വാസികൾ അതിനുവേണ്ടി തയ്യാറെടുത്തു, അതിനെ ആഗ്രഹിക്കുന്നു എന്നതിനപ്പുറം മനുഷ്യ സഹജമായ ഒരു സ്വഭാവം അങ്ങനെയാണ്. മരിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനായി കഷ്ടപ്പെടുന്നത്, അല്ലേ? പക്ഷെ മരിക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം. അതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം. അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ ഓർമ്മിപ്പിക്കും. അപ്പൊ അതാണ് ഒരു പ്രാവശ്യം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചത്. രണ്ടാമത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ മരിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു പ്രാവശ്യമാണ് അതേപോലെ പുഞ്ചിരിച്ചിട്ടുള്ളത്. അതിന്റെ സമാപനം മറന്നില്ലെങ്കിൽ ഓർമ്മപ്പെടുത്തും, പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം, എങ്കിലേ നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. 2 പ്രാവശ്യം ചിരിച്ചു ഏറ്റവും അധികം. അതിലൊന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തുനിന്ന് വിട പറയുമ്പോ, മോളെ ഫാത്തിമ നീ പൊട്ടിക്കരയണ്ട, നീ തന്നെയാണ് എന്നിലേക്ക് എന്റെ അടുത്തേക്ക് അടുത്തരായി ആദ്യം വന്നു ചേരുന്നതെന്ന് പറഞ്ഞപ്പോ കരഞ്ഞുപോയ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞ ഫാത്തിമ പിന്നെ പുഞ്ചിരിച്ചുവെങ്കിൽ പിന്നെ മരണപ്പെടുന്നതിന് മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരേ ഒരു പ്രാവശ്യം കൂടിയാണ് അതേപോലെ പുഞ്ചിരിച്ചത്. അതിന്റെ സമാപനം ഞാൻ ഓർമ്മപ്പെടുത്താൻ ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്നറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇത്രത്തോളം ഈമാനിന്റെ പവറും പ്രശസ്തിയും ഇസ്സത്തുമുള്ള ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു സെക്കൻഡ് പോലും പടച്ചതമ്പുരാനെ എതിർ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്ത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു നേരം പോലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതിനപ്പുറം ചലിക്കാത്ത സഞ്ചരിക്കാത്ത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഈ ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യത്യസ്തമായ 14 ഉപദേശങ്ങൾ കൊടുത്തു അത്രേ. ഇത്രയും ബറക്കത്തും അനുഗ്രഹമുള്ള ഫാത്തിമ ബീവിക്ക് 14 ഉപദേശം അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തു. 14 വ്യത്യസ്തമായ ഉപദേശങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തു അത്രേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എപ്പോഴാ കൊടുത്തത്? നിങ്ങൾ വിചാരിക്കും അത് കൊച്ചിലെ ആയിരിക്കും ഉസ്താദെ. കൊച്ചിലെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ഉപദേശിക്കാറുണ്ടല്ലോ, മക്കളെ അങ്ങനെ പറയല്ലേ, വാപ്പച്ചിയാണ്, ചവിട്ടല്ലേ, അല്ലോ നെഞ്ചിലെ പൂടേന്ന് പറിച്ചോണ്ട് പോവല്ലേ, വാപ്പച്ചിയാണ്. ഇപ്പോഴത്തെ മക്കൾ അങ്ങനെ കയറിയിരുന്ന് ഉപ്പാപ്പാടെ നെഞ്ചിൽ കയറി 4 വലിയങ്ങ് വലിച്ചോടും. സുബ്ഹാനല്ലാഹ്, ഉപ്പാപ്പ പണ്ട് പോലെ കോതി വെച്ചിരുന്നതെല്ലാം ഊരിക്കൊണ്ടുപോകും. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, 14 ഉപദേശം അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത പ്രായ പരിധി നമ്മൾ ഓർക്കണം എപ്പോഴാന്ന്. എന്നിട്ട് ആ സമയത്താണ് നമ്മളും കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾക്ക്. എന്റെ സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ടത് ഉപദേശമായി. 2 ദിവസം നമ്മുടെ ഭർത്താക്കന്മാരെ കുറിച്ചായിരുന്നല്ലോ. എന്റെ സഹോദരിമാർ ഗൗരവത്തോടെ കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിക്ക് 14 ഉപദേശം എപ്പോഴാ കൊടുത്തത്? നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉപദേശിക്കുന്ന സമയത്തല്ല. നാം നമ്മുടെ മക്കളെ ഉപദേശിക്കുന്നത് എപ്പോഴാണ്? പറക്കമുറ്റുന്നതിന് മുമ്പ്, നല്ലതുപോലെ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്പിളിമാവനെ കാണിച്ചു കൊടുത്തുകൊണ്ട്, മോനെ വാതുറക്കടാ, ഭക്ഷണം കഴിച്ചെങ്കിലല്ലേ നല്ല തടി വരുള്ളൂ, ഭക്ഷണം കഴിച്ചെങ്കിലല്ലേ പൊന്നുമോൾക്ക് നല്ല സൗന്ദര്യമുണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്ന ഉമ്മ
10 വയസ്സ് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു പൊന്നുമോളെ ഉപദേശിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 15 വയസ്സ് കഴിഞ്ഞ ഒരാണിന്റെ മുന്നിൽ വാപ്പാക്ക് പോയി ഇന്ന് ഉപദേശം പറയാൻ പറ്റുമോ? പറ്റില്ല. ഇന്ന് അവരാണ് ഉമ്മയും വാപ്പയും നിയന്ത്രിക്കുന്നത്. ഇന്ന് അവര് പറയുന്ന പോലെ ഉമ്മയും വാപ്പയും ജീവിക്കണം. അവർ വരച്ച വരയ്ക്കപ്പുറത്തേക്ക് വാപ്പാക്കൊന്ന് കാലെടുത്തു വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലായ പ്രവാചകര് എപ്പോഴാണ് ഈ ഉപദേശം കൊടുത്തതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഉപദേശത്തിലേക്ക് നമ്മൾ കടന്നു വരാവൂ. ഉപദേശം സ്വീകരിക്കാൻ പറ്റുന്ന പ്രായം അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടാണ് ഈ ഉപദേശമെന്ന് നാം ഓർക്കണം. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കള് കുഞ്ഞുനാൾ നിങ്ങൾ അവരെ എന്തു പറഞ്ഞ് ഉപദേശിച്ചിട്ടും കാര്യമില്ല. അവർക്ക് അവരുടേതായ രീതിയുണ്ടല്ലോ, അവരുടേതായ ഭാവമുണ്ടല്ലോ. എന്നാൽ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവരെ ഉപദേശിക്കണം. മദ്രസാ തലം തന്നെ നമ്മൾ പരിശോധിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ജീവിതം എന്ത് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന സമയം മദ്രസ മതിയാക്കും. കുഞ്ഞായിരിക്കുമ്പോ 3-ാം ക്ലാസ്സിലായിരിക്കുമ്പോ വലിയ ശുദ്ധി, ചെറിയ ശുദ്ധി, അയില്, നിഫാസ്, പെണ്ണ് കെട്ടുക, ഭാര്യയുടെ കടമ, ഭർത്താവിന്റെ കടമ, ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതൊക്കെ പഠിക്കണേ. അത് കഴിഞ്ഞ് എന്റെ പ്രിയമുള്ളവരെ, ആ കുഞ്ഞിന് ഏകദേശം മദ്രസയിൽ ഒരു 5-ാം ക്ലാസ്സിലാവണ്ട, 10 വയസ്സിനകത്ത് 5-ാം ക്ലാസ്സിലാവുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ മദ്രസ മതിയാക്കും. പിന്നെ ഇനി എന്താണ് കുളി അല്ലെങ്കിൽ വുളൂ എന്ന് പഠിക്കുന്ന സമയത്ത് വീട്ടിലിരിക്കും ആ പെണ്ണ്. ആ പാവപ്പെട്ട പെൺകുട്ടി. ആണും അങ്ങനെ തന്നെയാണ്, സമയമില്ല. അപ്പൊ പഠിക്കാനുള്ള മനസ്സിന്റെ വികാസം വരുന്ന സമയം വീട്ടിനകത്താവും. മദ്രസയിൽ വന്ന് പഠിക്കേണ്ടുന്ന സമയത്ത് ആ മദ്രസയിലേക്ക് വരാൻ കഴിയില്ല. അത്തരം സാഹചര്യങ്ങളുണ്ട്. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം ഞാൻ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പല മദ്രസകളിലും വല്ല പെൺകുട്ടികൾക്ക് വന്ന് പഠിക്കുന്നതിനുള്ള സുരക്ഷിതത്വം ഇല്ല എന്നൊരു പരാതി സാധാരണ എല്ലാ ഭാഗത്തു നിന്നും കേൾക്കാറുണ്ട്. അതിന് ഞാൻ കുറ്റം പറയുന്നത് ഉസ്താദുമാരെയല്ല, കമ്മിറ്റിക്കാരെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലോകത്തിന്റെ പ്രിയമുള്ളവരെ, ഏറ്റവും അധികം ശമ്പളം കുറച്ചു വാങ്ങുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ അത് ഈ ഉസ്താദുമാരുടെ മേഖല മാത്രമേ ഉള്ളൂ. ഉസ്താദുമാരുടെ മേഖല മാത്രമേ ഉള്ളൂ. എന്തൊക്കെ കൂടിയാലും ശമ്പളം കൂട്ടി കൊടുക്കൂലേ ഉസ്താദ്? അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മളെ വള്ളി ഇരിക്കാൻ വേണ്ട. അങ്ങനെ തീരുമാനിച്ചിട്ട് എവിടെയെങ്കിലും 1, 2, 3, 4 കൊല്ലം പഠിച്ച് ഏതെങ്കിലും പള്ളിയിൽ ചോറെടുക്കാൻ നിന്നവന്റെ ദാടി കണ്ട് ഭംഗിയായിട്ട് അവന് തലയെക്കെട്ടും കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് 1500 ഉലുവ തരാം, എന്റെ 10-ാം ക്ലാസ്സിലെ മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മദ്രസയിൽ കൊണ്ടുവന്നാക്കുമ്പോഴാ ആ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് ഇറങ്ങി വന്ന് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം അതിന്റെ പേരിലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഇൽമ പഠിച്ച 10, 12, 15 കൊല്ലം അല്ലാഹുവിന്റെ പള്ളികളിൽ പോയി എടുക്കാൻ വയ്യാത്ത കിതാബുകളും ഉസ്താദുമാരുടെ പൊരുത്തത്തോടെ പഠിപ്പിച്ച ഒരു ഉസ്താദുമാരും അത്തരം ഒരു രംഗം ചെയ്യില്ല. അതിന് ഞാൻ വെല്ലുവിളിക്കാം. നിങ്ങൾ എവിടെയെങ്കിലും പോയി വേച്ച് നടന്ന് ഏവരെയെങ്കിലും പിടിച്ച് തലയെക്കെട്ടം കെട്ടി 10-ാം ക്ലാസ് 9-ാം ക്ലാസ് ഉണ്ടാക്കാൻ പറയുമ്പോഴാ ഇവിടെ ആ വിഷയങ്ങൾ വരിക. അത് കമ്മിറ്റിക്കാർ പരിപാലകരെ ശ്രദ്ധയോടെ ചെയ്തിരുന്നെങ്കിൽ ഒരു മഹലിലും ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരില്ലായിരുന്നു. പക്വതയുള്ളവരെ തിരഞ്ഞെടുത്ത് പള്ളിയിൽ വെക്കാനുള്ള പാകത ഉണ്ടായിരിക്കണം പരിപാലകർക്ക്. നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതിനെന്ത് വേണം? നല്ല നല്ല ആലിമീങ്ങൾ എങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അവരുടേതായ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ ഫണ്ടിൽ പൈസ വേണം. ഉള്ള പൈസയും നാം കൊടുക്കാറില്ലല്ലോ. പലരും പല പള്ളികളിലും അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ടാണ് വേദനിക്കേണ്ടി വരുന്നത്. അതിന്റെ പേരിൽ 5-ലോ 4-ലോ ഒരു പെൺകുട്ടി മദ്രസ പഠനം നടത്തിയാൽ അതിന് കണക്ക് പറയേണ്ടത് സാധാരണ നിങ്ങൾ പറയുന്നത് പോലെ ആ പെൺകുട്ടിയുടെ ഉമ്മയോ വാപ്പയോ മാത്രമായിരിക്കില്ല, പരിപാലകർ കൂടിയായിരിക്കും. ഇൻഷാ അല്ലാഹ് ഉറപ്പുള്ള കാര്യമാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതിന്റെ പേരിലാണ് മദ്രസ നശിക്കുന്നതെങ്കിൽ അതിന്റെ കണക്ക് പറയേണ്ടത് പരിപാലകർ കൂടിയായിരിക്കും. അള്ളാഹു പിടിച്ചു നിർത്തുമ്പോ ഒരുപാട് നമ്മൾ വേദനിക്കേണ്ടി വരും. അതുകൊണ്ട് ഉപദേശം കൊടുക്കേണ്ട സമയത്താ കൊടുക്കേണ്ടത്, കിട്ടേണ്ട സമയത്താ കിട്ടേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴാ കൊടുത്തെന്നറിയോ? കല്യാണത്തിന് മുമ്പ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹിന് മുമ്പാ കൊടുത്തത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹിന് മുമ്പാ കൊടുത്തത്. എന്തിനാ അങ്ങനെ കൊടുത്തത്? ഈ പറഞ്ഞ 14 ഉപദേശവും നിക്കാഹുമായി ബന്ധപ്പെട്ടതായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫാത്തിമ, നീ വിവാഹിതയായാൽ നിക്കാഹ് ചെയ്ത് പുതുമണവാട്ടിയായിട്ട് ഒരു പുതുബാരന്റെ വിരൽ തുമ്പ പിടിച്ചുകൊണ്ടിറങ്ങിപ്പോയാൽ ഓളെ നീ ശ്രദ്ധിക്കാൻ അള്ളാഹു അറിയിച്ചിട്ടുള്ള പ്രത്യേകമായ കടമകളും കടപ്പാടുകളും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത ഒരു പെണ്ണിന്റെ നിക്കാഹിന് മുമ്പാണെങ്കിൽ, എത്ര വലിയ ആലിമിന്റെ മോളാണെങ്കിലും തങ്ങളുടെ മോളാണെങ്കിലും, കല്യാണത്തിന് മുമ്പ് അവള് BA വരെ പഠിച്ചവളാകട്ടെ, MA വരെ പഠിച്ചവളാകട്ടെ, MPhil ആകട്ടെ, B.Ed ആകട്ടെ, MBBS ആകട്ടെ,
എത്ര അറബി ഡിഗ്രികൾ എടുക്കട്ടെ, TTC പാസ്സായവളാകട്ടെ, എന്തായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ വകയായിട്ട് കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ഉപദേശം നിന്റെ പ്രിയപ്പെട്ട മകൾക്ക് നീ കൊടുക്കൽ നിർബന്ധമാ. എന്തുപദേശമാ കൊടുക്കേണ്ടത്? ചില ഉമ്മമാര് പറയും, നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ഉസ്താദേ, എന്താ മക്കളെ പാപ്പച്ചി നീര് വെള്ളമാക്കിയ കമ്മലാണ്, ആർക്കും ഊരി കൊടുക്കല്ലേ. മറ്റേ ചിലപ്പോ ആദ്യത്തെ 3 മാസം കൊണ്ട് പറയും, ഇടി എടുത്തു തരാൻ കുഴപ്പമില്ല, 2 പോതിരഞ്ഞൂര് കൊടുക്കല്ലേ മക്കളെ. ഇനി മച്ചാക്കൊരു അനിയത്തെ കെട്ടിക്കാറുണ്ട്, അവൻ പലതും ചോദിക്കും, പല അടവും പറയും, മക്കള് വീടല്ലേ, മക്കൾ ആരെ മോളാ, പൂവച്ചൽ കരോട്ടാക്കാതറിന്റെ ഇളയ മോളാ, മക്കള് വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. അതേ നമ്മൾ ചെയ്യും. ആ ഉപദേശമല്ല. എന്റെ മോൾ ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കാൻ പാടില്ല, അവിടെ വേറെയും മരുമക്കളുണ്ട്, അതുകൊണ്ട് മക്കൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാർബിളൊക്കെ തുടച്ച് മാമാക്ക് പറഞ്ഞാൽ ഇട്ടുകൊടുത്ത് സോപ്പിട്ട് ഇങ്ങനെ നിൽക്കണം. മക്കളതിന് ഒരു കാരണവശാലും വിഷമിക്കണ്ട. ഒരു സഹോദരി ഭർത്ത വീട്ടിലേക്ക് പോയപ്പോ ഉമ്മ എടുത്തുകൊണ്ട് കൊടുത്തത്രേ, എന്താ, കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കൂ, FM പൊതിഞ്ഞു കൊടുക്കാൻ, മോളെ വെച്ചിരിക്കാൻ. മോക്ക് ഇവിടെ ആകെ മൊത്തം മോക്ക് ഒരു സമാധാനം കിട്ടുന്നത് ഈ പാട്ട് കേൾക്കുമ്പോഴല്ലേ. അവിടെ പോകുമ്പോഴും മോളിത് കേട്ടുകൊണ്ടിരിക്കുക. പണ്ട് കാലത്ത് ഉമ്മമാരങ്ങനല്ല, വെറുതെ ഇരുന്ന് പാട്ട് കേൾക്കുന്ന മക്കളെ കാണുമ്പോൾ ഉമ്മമാര് പറയും, വല്ലോന്റെ വീട്ടിൽ കയറി പോയിട്ട് അവന്റെ ചവിട്ടുകൊള്ളാതെ വന്ന് ജോലി ചെയ്യണ്ടേന്ന് പറയും. ഇന്നുള്ള ഉമ്മമാർക്ക് അത് പറയാൻ നിർവാഹമില്ല. അവരവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മക്കളുടെ കൂടെ നിൽക്കുകയാണ്. പക്ഷെ അങ്ങനല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, നിക്കാഹിനു മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹിനു മുമ്പ് ഒരു 14 ഉപദേശങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു. ഒന്ന്, മോളെ ഫാത്തിമ, ഭർത്താവിന് അനുസരണയില്ലാത്ത അഹങ്കാരിയായി മരിക്കുന്നത് വരെ നീ മാറല്ലേ ഫാത്തിമ. ഭർത്താവിന് അനുസരണയില്ലാത്തവളൊന്നു മാത്രമല്ല, അഹങ്കാരിയായി മാറല്ലേ ഫാത്തിമ. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പടച്ചതമ്പുരാൻ നിന്നെ ദാരിദ്ര്യം കൊണ്ട് ശിക്ഷിക്കും ഫാത്തിമ. പരീക്ഷിക്കുമെന്നല്ല, ദാരിദ്ര്യം കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദാരിദ്ര്യം കൊണ്ട് റഹ്മാനായ റബ്ബ് നിന്നെ ശിക്ഷിക്കും ഫാത്തിമ. അതുകൊണ്ട് ഒരിക്കലും മോളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നിക്കാഹ് കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിനെ അനുസരണയില്ലാത്തവളെന്ന് മാത്രമല്ല, അനുസരണയില്ലാത്ത അഹങ്കാരിയായി മാറല്ലേ ഫാത്തിമ. അങ്ങനെ മാറിയാൽ നിനക്ക് കിട്ടുന്നത് എന്താ? അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും എന്നല്ല പറഞ്ഞത്, ശിക്ഷിക്കും എന്നാ പറഞ്ഞത്. ദാരിദ്ര്യം കൊണ്ട് ശിക്ഷിക്കും. ഭർത്താവിനെ അനുസരിക്കണം, അഹങ്കാരിയാകാനും പാടില്ല. ഒന്നാമത്തെ ഉപദേശം അതാ. ഭർത്താവിന് അനുസരണ ഇല്ലാതെ വരുന്നത് എപ്പോഴാണ്? ഒരു ഭാര്യ ഭർത്താവിന് അനുസരിക്കാതെ വരുന്നത് എപ്പോഴാണ്? രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്ന്, ഭാര്യയുടെ ചിലവിൽ നിന്നാണ് ഭർത്താവ് ജീവിക്കുന്നതെങ്കിൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കില്ല. എന്റെ ആങ്ങളെ മലേഷ്യയിൽ നിന്ന് വന്നിട്ട് എനിക്കൊന്നും തന്നില്ലോ, നിന്റെ മുന്നേ പൊന്നുപോലെ നോക്കണ ആളല്ലേ എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ എപ്പോഴും ഈ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടണം. ഭാര്യയുടെ ആങ്ങളെയാണ് അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ യവന് കിട്ടിയ സ്വത്ത്, അവന്റെ പേരിലുള്ള സ്വത്ത് മുഴുവനും ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്റെ പ്രിയമുള്ളവരെ ഈ ഭാര്യ ഈ ഭർത്താവിനെ അനുസരിക്കണം എന്നില്ല. കാരണം ഭർത്താവ് ജീവിക്കുന്നത് ഇപ്പൊ അവളുടെ ചെലവിലാണ്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, പുരുഷന്മാർക്ക് അവരുടെ പൗരുഷം, അവരുടെ റുജൂലിയത്ത് എന്തുകൊണ്ടാണ് അല്ലാഹു കൊടുത്തതെന്നറിയോ? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന്, അവരുടെ പണത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഭാര്യയുടെ സമ്പത്തിൽ നിന്നാണ് എടാമടയനായ ഭർത്താവെ നീ ചെലവഴിക്കുന്നതെങ്കിൽ നിനക്കാ കുടുംബത്തിൽ വിലയുണ്ടാവില്ലെന്ന് മാത്രമല്ല, ഓ പെണ്ണ് നിന്നെ അനുസരിക്കില്ല. രണ്ടാമത് പെണ്ണ് അനുസരണക്കേട് കാണിക്കുന്നതും അഹങ്കാരിയാകുന്നത് എപ്പോഴെന്നറിയോ? എന്റെ ഭർത്താവ് എന്നെ ഒരിക്കലും ത്വലാഖ് ചെല്ലൂല എന്നൊരു വിശ്വാസം ഒരു പെണ്ണിന് വന്നാൽ ആ പെണ്ണ് അനുസരണക്കേട് കാണിക്കും. എന്റെ ഭർത്താവ് എന്നെ ഒരിക്കലും ത്വലാഖ് ചെല്ലില്ല. അങ്ങനെയാണ് സംഭവിച്ചു പോയിട്ടുള്ളത്. ചില മൊയ്ലാക്കന്മാർക്കൊക്കെ അതാ സംഭവിച്ചിരിക്കുന്നത്. ഭയങ്കര സ്നേഹമാണ്. ഈ മുസ്ലിയാക്കന്മാര് സാധാരണ പെങ്കൂസം എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ഈ പെണ്ണിൻ പറയണ കണക്ക് കേൾക്കുള്ളൂ. മൊയിലാരെന്ന് പറഞ്ഞാൽ അങ്ങനെ. എന്ത് പറയാനുള്ള കാരണം എന്തെന്നറിയോ? അതൊരു രസമാണ്. അവര്
ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പഠിത്തം നടക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഇൽമിന്റെ ഏകദേശമുള്ള ഭാഗങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പഠിക്കാനിറങ്ങി ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഓതുന്ന കിതാബുകളിൽ കൂടുതലും നിക്കാഹുമായി ബന്ധപ്പെട്ട ഭാവമാണ്. ഹദീസാകട്ടെ, ആയത്താകട്ടെ, ചരിത്രമാകട്ടെ, മസലകളാകട്ടെ, എല്ലാം അതാ. അതുപോലെ കോളേജുകളിൽ ഉപരിപഠനത്തിന് വേണ്ടി പോയാലും അങ്ങനെ തന്നെയാണ്. അവിടെയൊക്കെ ഭാര്യമാരെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഭാര്യമാരുടെ കൂടെ ഓട്ട മത്സരം നടത്തുന്നതും ഭാര്യമാരുടെ ബാക്കി ഭക്ഷണം കഴിക്കുന്നതും ഇതൊക്കെ സാധാരണ ഏതെങ്കിലും ഉസ്താദുമാര് ചെയ്തിട്ട് ഭാര്യമാരോട് അഭിപ്രായം ചോദിച്ചിട്ട് അവരെന്തെങ്കിലും കാര്യം ചെയ്യൂ. അങ്ങനെ വരുമ്പോ ചില ആൾക്കാർ പറയാറുണ്ട്, അവരങ്ങനെ അവരീ പെണ്ണ് പറഞ്ഞ അത് നിങ്ങളങ്ങനെ പറഞ്ഞത് കൊണ്ട് വിഷമം കൊണ്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, അത് മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ റസൂല് സമ്മാനിച്ചതാണ്. ഒരു പെണ്ണിനെ പോലും നീ കെട്ടിയതിന്റെ പേരിൽ വേദനിപ്പിക്കാൻ പാടില്ല. നീ വിവാഹം ചെയ്ത് കൊണ്ടുവന്നതിന്റെ പേരിൽ ഒരു പെണ്ണിനെ പോലും വേദനിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പവിത്രമായ മാർഗം, ആ പവിത്രമായ മാതൃക മനസ്സിലോർത്തുകൊണ്ട് ഇൽമു പഠിച്ചു പോര ഈമാനുള്ളവരങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ചില സഹോദരിമാര് കരുതും നമ്മൾ ഒരിക്കലും തൊലാഖ് ചെല്ലൂല. അങ്ങനെ ഉറപ്പൊരു ഭാര്യക്കുണ്ടെങ്കിൽ ആ ഭാര്യ ഉറപ്പായി അനുസരണക്കേട് കാണിക്കും. അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. എന്നും ഒരു ആണും പെണ്ണും എപ്പോഴും ഒരു തൊലാഖിലൂടെ 3 തൊലാഖിലൂടെ വേർപെട്ടു പോകുന്ന ബന്ധമാണ് നമുക്കുള്ളത് എന്ന ചിന്ത ഓരോ ഭർത്താവും ഓരോ ഭാര്യയും അറിഞ്ഞിരിക്കണം. നീ എത്ര സീതനം കൊടുത്താലും, നീ എത്ര അച്ചാരം വാങ്ങിയാലും, എത്ര മക്കളുണ്ടായിരുന്നാലും, നീ 3 തൊലാഖും നിന്റെ ഭാര്യയെ ചൊല്ലിയെന്ന് പറഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു പോയി. പിന്നെ നിന്റെ മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നീ എത്ര രൂപയ്ക്ക് ചെലവ് കൊടുത്തറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ബോധം എന്റെ സഹോദരിമാർക്ക് വേണം. അപ്പോഴും നിങ്ങൾ അഹങ്കരിക്കൂല. ഏത് സമയവും തീരാനുള്ള ബന്ധമാണ് നിക്കാഹിന്റെ ബന്ധം. നിങ്ങൾ വിചാരിച്ചെന്താ, ഇനി എന്നെ മച്ച വിടൂല, മരിക്കുന്നവരെ മച്ചാക്ക് എന്നെ ഞാൻ എന്ന് നിങ്ങൾ കരുതണ്ട. ഈ സെക്കൻഡിൽ എഴുന്നേറ്റ് പോയിട്ട് നിന്നെ ഞാൻ തൊലാഖ് ചൊല്ലി എന്ന് പറഞ്ഞ അതോടുകൂടി തീരുന്ന സംഭവമാണ് നിക്കാഹ്. അതുകൊണ്ട് അങ്ങനെ ഒരു അഹങ്കാരം ഒരു പെണ്ണിനുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത ഒരു പെണ്ണിന്റെയും മനസ്സിൽ വരാൻ പാടില്ല. ഈ 2 സന്ദർഭങ്ങളിൽ പെണ്ണഹങ്കരിക്കാൻ, അനുസരണക്കേട് കാണിക്കാൻ സാധ്യതയുണ്ട്. ചില സഹോദരിമാര് പറയും, ഉസ്താദേ, അനുസരണക്കേട് കാണിക്കുന്നവർക്കാണ് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുന്നതെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ 100% അനുസരിക്കുന്നുണ്ട്, എന്നിട്ട് പോലും അല്ലാഹു എനിക്ക് ദാരിദ്ര്യം തന്നല്ലോ. അത് ശിക്ഷയല്ല മോളെ. പിന്നതെന്തെന്നറിയുമോ? വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാ ഫബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതാണ് മോളെ. നിന്റെ ഭർത്താവ് എത്ര കൊല്ലം ഗൾഫിൽ പോയി നിന്നു, എന്നിട്ടും ഇന്ന് വരെ ഒരു വീട് വെക്കാൻ പറ്റിയില്ല. ഇന്ന് വരെ വാടക വീട്ടിൽ നിന്നു മാറാൻ പറ്റിയിട്ടില്ല. ഇന്ന് വരെ കുടുംബമൊന്ന് കരകയറിയിട്ടില്ല. നീ ഭർത്താവിനെ അനുസരിച്ച് വഴിപ്പെട്ട് ജീവിക്കുന്ന പെണ്ണാണെങ്കിൽ നിനക്ക് അല്ലാഹു ആ ദാരിദ്ര്യം തന്നത് പരീക്ഷിക്കാനാണ്, ശിക്ഷിക്കാനല്ല. പിന്നെ ശിക്ഷ അല്ലാഹു തരുന്നത് എപ്പോഴാ? ആ ഭർത്താവിന് നീ വഴിപ്പെടാതിരുന്നാൽ, ആ ഭർത്താവിനെ നീ അനുസരിക്കാതിരുന്നാൽ, അനുസരിക്കാത്ത അഹങ്കാരിയാറി മാറിയ അല്ലാഹു ദാരിദ്ര്യം ഒരു ശിക്ഷയായിട്ട് തരും. അങ്ങനെ ഒരു ദാരിദ്ര്യം ശിക്ഷയായിട്ട് തന്നാൽ ഒരു രോഗത്തിന്റെ ഒരു തുള്ളി വേദന പോലും എന്റെ പ്രിയമുള്ളവര് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ മാറ്റാൻ നിനക്ക് സാധിക്കില്ല. എത്രയോ കുടുംബങ്ങളുണ്ട് അല്ലാഹു കൊടുത്ത രോഗത്തിന്റെ പേരിൽ വിറ്റുപറക്കി മുഴുവനും തീർന്നു കിടക്കാടം പോലും പോയി ഉടുതുണി പോലും വിറ്റിട്ട് ചികിത്സ നടത്തിയിട്ട് പോലും അല്ലാഹു ഒരു നേരത്തെ വേദന പോലും മാറ്റിത്തരാറ് ഇന്നും കണ്ണുനീരിൽ കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അത് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണെങ്കിൽ മാറ്റോ ലോകത്തൊരാൾക്കും പറ്റില്ല. ഉമ്മാ, പടച്ചോനൊരു ശിക്ഷയായിട്ട് ദാരിദ്ര്യം നിനക്ക് തന്നാൽ അല്ലാഹു ഇറക്കുന്ന ശിക്ഷ അത് നീ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവളാണെങ്കിലോ അത് നിന്റെ ശിരസിലേക്ക് തന്നെ
വരുന്നവരും പടച്ചോ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഭർത്താവിനെ അനുസരിക്കാത്ത അഹങ്കാരിയായിട്ട് എന്റെ പ്രിയപ്പെട്ട പെണ്ണുമാറല്ല, വിദേശ രാജ്യത്ത് കിടന്ന് കാട്ടറബികളുടെ ആട്ടും തൂപ്പും കേട്ടുകൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആകാശം മുട്ട ഉയർന്നിൽക്കുന്ന കോട്ടകൊപ്പളങ്ങളുടെ ആ മുകൾ പരപ്പിലേക്ക് പോയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുന്ന പെണ്ണേ, ഓ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ശരീരം കൊടുക്കുന്ന പെണ്ണേ, ഓ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അഹങ്കാരിയായിട്ട് ഭർത്താവിന്റെ വാപ്പയെ ഉമ്മയെ ഭരിക്കുന്ന പെണ്ണേ, ഭർത്താവിന് ഫോണിലൂടെ വക്രമായ രീതിയിലൂടെ ശബ്ദശകലങ്ങൾ കൊണ്ട് മനസ്സു മാറ്റിയിട്ട് ഭർത്താവിന്റെ ഉമ്മനെ ഉപദ്രവിക്കുന്ന അഹങ്കാരിയായ പെണ്ണേ, അല്ലാഹു നിനക്ക് മരിക്കുന്നതിന് മുമ്പ് ദാരിദ്ര്യത്തിന്റെ ശിക്ഷ തരും പെണ്ണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മോളെ ഫാത്തിമ, ഒരിക്കലും ഒരു കാലഘട്ടത്തിലും നിന്റെ പ്രിയതമനോട് അനുസരണക്കേട് കാണിക്കുന്ന അഹങ്കാരിയായി മാറല്ലേ ഫാത്തിമ. വിശദീകരിക്കാൻ നേരമില്ല. 2, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അനുവാദമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. പോയാൽ നീ പോകുന്ന സ്ഥലത്തുള്ള എല്ലാ ജീവജാലങ്ങളും നിന്നെ ശപിച്ചുകൊണ്ടിരിക്കും. മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പുറത്തു പോകാൻ പാടില്ല. ഭർത്താവിന്റെ അനുവാദം ചോദിച്ചിട്ട് വേണം പുറത്തു പോകാൻ. അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ആ ഭർത്താവിന് നിന്നോട് മതിപ്പുണ്ടാവും, സ്നേഹമുണ്ടാവും. പുറത്തെ വീട്ടിലല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകാനല്ല. ഭർത്താവ് 100% ഇഷ്ടപ്പെടും എങ്കിൽ ഭർത്താവ് നാട്ടിലില്ലെങ്കിലും ഭർത്താവ് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് പോകാം. പക്ഷേ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത്, ഭർത്താവ് അനുവാദം തരാത്ത സ്ഥലത്ത്, അതിന് ഏത് സ്ഥലത്തേക്കാണെങ്കിലും എന്റെ പ്രിയമുള്ളവരെ ഭർത്താവ് മനസ്സുകൊണ്ടത് ഇഷ്ടപ്പെടുന്നതല്ല എന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് അനുവാദം ചോദിക്കാതെ പോവാൻ പാടില്ല. പോയാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. 3ാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്ന് ഇരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും അല്ലാഹു അറിഞ്ഞുകൊടുത്തിരിക്കുന്ന ഒരു ദുസ്വഭാവമുണ്ട്. എന്തെന്നറിയോ? 3ാമത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മോളെ ഫാത്തിമ, ഭർത്താവ് എവിടെയെങ്കിലും പോകുമ്പോഴോ പോയിട്ട് മടങ്ങി വരുമ്പോഴോ മുഖം കറുപ്പിക്കല്ലേ, മുഖം തിരിച്ചു കളയല്ലേ ഫാത്തിമ. ഇത് മിക്ക സഹോദരിമാർക്കുണ്ട്. ഇതാണ് കുടുംബത്തിലെ അടിയുടെ 1ാമത്തെ കാരണം. പടപട അടിക്കുള്ള കാരണം 1ാമത്, ഭർത്താവ് വരുമ്പോ എന്താടി നീ ഇങ്ങനെ കറണ്ട് അടിച്ചാണൊക്കെ ഇരിക്കണേ, അനങ്ങൂല. സ്പീക്കർ അടിച്ചു പോയോ, അനങ്ങൂല. അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ പാവപ്പെട്ടവന് വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവും. അത് മനസ്സിലാക്കാനുള്ള കേവലം ഒരു ബോധം എന്റെ സഹോദരിമാർക്ക് വേണം. ഒരുപക്ഷെ നിങ്ങൾ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടായിക്കോട്ടെ, വന്ന ഉടനെ വേണ്ടല്ലോ. ഭർത്താവ് വന്ന് കയറി ഉടനെ മോന്ത എങ്ങനെ വെച്ചിരുന്ന അയാൾ വിചാരിക്കും, പടച്ചോനെ ഇതിനെക്കാലം നല്ലത് ആ റോഡിൽ തന്നെ നിന്നാ മതിയായിരുന്നു, ഇങ്ങോട്ട് വരില്ല, ഇതിനെക്കാലം നല്ലത് റോഡിൽ തന്നെ നിന്നാ മതിയായിരുന്നു എന്ന് ചിന്തിക്കും. അതുകൊണ്ട് എന്റെ സഹോദരിമാർ അങ്ങനെ ചെയ്യരുത്. ദയവ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഫാത്തിമ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുമ്പോഴോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മുഖം കറുപ്പിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഫെവിക്കോൾ തേച്ചുകൊണ്ടിരിക്കണമെന്നല്ല, അങ്ങനെ നിൽക്കണമെന്നല്ല. നിന്റെ മുഖത്തെ ഉള്ള കറുപ്പിനെ കട്ടിയാക്കാൻ പാടില്ല, മുഖത്ത് ഒരു വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല. ഇത് വളരെ എന്റെ സഹോദരിമാർ എത്രയും പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റേണ്ടുന്ന ഒരു രോഗമാണ്. ചില ആൾക്കാർ അതുകൊണ്ടല്ലേ പള്ളി വന്ന് ഉസ്താദിന്റെ ബാക്കി ചോറ് തിന്നുകൊണ്ടിരിക്കണം. വീട്ടിൽ പോയാൽ ഒരു സമാനമല്ല, ഉസ്താദ് നിങ്ങൾ ഇങ്ങോട്ട് വെക്കും ഒരടുക്കൂടാ, ഇന്ന് ഇവിടെ നിന്ന് ചിലവ് വലിച്ച പിന്നൊക്കെ ഉണ്ടല്ല. വന്നിരുന്ന് വിജില് വല്ലതും കഴിച്ചിട്ട് പള്ളി കിടന്നുറങ്ങും. രാവിലെ ഹൗദരെടുത്തി ആടി കുളിച്ചൊരുങ്ങി അപ്പ് പോവാൻ ചെയ്യും, ഉസ്താദിന്റെ തോർത്ത് കൊണ്ട് തലേത് അങ്ങ് പോവാല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കി, പള്ളിയിൽ സുഖജീവിതം ചില ആൾക്കാർക്ക് അങ്ങനെ. കാരണം എന്താ, വീട്ടിലേക്ക് ചെന്നാ പ്രശ്നമാണ്, സമാധാനമില്ല. വീട്ടിൽ ചെന്ന് കയറുമ്പോ തന്നെ പവർ കട്ട 24 മണിക്കൂർ. മുഖം കാണുമ്പോ ഒരു വിഷമം. ഒരിക്കലും പാടില്ല. എവിടെയെങ്കിലും ഭർത്താവ് പോകാനിറങ്ങുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടൊന്ന് പോയി വരൂ എന്ന് പറഞ്ഞ് പടിവാതിലിൽ വന്ന് യാത്രയാക്കുന്ന പതിവ്രതകളായ ഭാര്യമാരിന്ന് കുറവാണ്. പണ്ടങ്ങനായിരുന്നല്ലോ. പണ്ട് നമ്മുടെ ഉമ്മയോട് ചോദിച്ചാൽ അറിയാം, വാപ്പ എവിടെയെങ്കിലും യാത്ര പോകുമ്പോ ഉമ്മ പിന്നാലെ നടന്ന് വാതിലിന്റെ ഭാഗം വരെ പോയിട്ട് എന്തെല്ലാം പറഞ്ഞു വിടാറുണ്ട്. പക്ഷേ ഇന്നോ
ഭാര്യ അകത്ത് കിടക്കുകയാണ്, കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണ്, ഇന്റർനെറ്റിന്റെ മുമ്പിലാണ്. അവന് ചായ കൊണ്ടുവച്ചിട്ടുണ്ട്, അതുമെടുത്തു കൊടുത്തുകൊണ്ട് കുടിച്ചുകൊണ്ട് അവൻ ഇറങ്ങിപ്പോകുമ്പോ പോയി വരട്ടെ എന്ന് പറയാൻ ഇന്ന് ഒരു മുസ്ലിം വീടിന്റെ ഫ്രണ്ടിലും ഒരാളില്ല. അല്ലാഹു ആ ഒരവസ്ഥയെ തൊട്ട് നമ്മെ കാക്കട്ടെ. അങ്ങനെ നമ്മുടെ മനസ്സ് മുരടിച്ചു പോകാൻ പാടില്ല, നമ്മുടെ മനസ്സങ്ങനെ മലിനമായി പോകാൻ പാടില്ല. ഭാര്യമാര് മനസ്സിലാക്കണം ആ കാര്യം. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോടാണ് ഇത് പറഞ്ഞതെങ്കിൽ ആ ഫാത്തിമ ബീവിന്റെ മനോഹരമായ ചരിത്രത്തിലേക്ക് വരാം. 2 ദിവസവും നാം ഒരുപാട് ചരിത്രങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇതാ മനോഹരമായ ഒരു ചരിത്രം ഹബീബാര പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഗർഭവതിയായിരുന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അലിയേ, എനിക്ക് റുമ്മാമ്പഴം കഴിക്കാൻ ആഗ്രഹമുണ്ട്, എവിടെയെങ്കിലും പോയിട്ട് അതെനിക്ക് കൊണ്ടുതരുമോ എന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താ ഫാത്തിമ നീ പറയുന്നത്? നിനക്ക് ആഗ്രഹമുള്ളത് നടത്തി തരാനല്ലേ ഞാൻ ഇരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഈ സമയം വരെ എന്നോടൊരു കാര്യവും നീ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പക്ഷേ ഈ റുമ്മാമ്പഴത്തിന്റെ കാര്യം ഇൻഷാ അല്ലാഹ് ദുനിയാവിന്റെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും നിനക്ക് ഞാൻ കൊണ്ടുതരുമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാ. ഒരുപാട് ദൂരത്തേക്ക് നടന്നു പോകുമ്പോഴും ആ നോട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉറപ്പായിരുന്നു, എന്തായാലും ആ റുമ്മാമ്പഴം കിട്ടും, കുഴപ്പമില്ല, ഉറപ്പായും കിട്ടും. ആരാ പോയിരിക്കുന്നത്? കരുത്തനാര, ശക്തനാര, വീരപ്പുലി എന്ന സഹാബികൾ ആവേശത്തോടെ വിളിച്ചിരുന്ന അലി ഹൈദറുൽ കർറാർ റളിയല്ലാഹു തആല റുമ്മാമ്പഴത്തിന് വേണ്ടി പോയി. മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ഒരുപാട് ദൂരത്ത് നിന്ന് ഒരു റുമ്മാമ്പഴം കയ്യിൽ കിട്ടിയപ്പോ ആ റുമ്മാമ്പഴത്തിലൂടെ പുഞ്ചിരിക്കുന്ന ഫാത്തിമ ബീവിന്റെ മുഖമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകൻ കണ്ടുപോയത്. കാരണം എന്താ? സാധാരണ ഫാത്തിമാന്റെ ചിരി തന്നെ കാണാൻ എന്തോ ഒരഴകാണ്. പാൽനീല പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിടും ഹൂറി പൂവിതൽ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമാന്റെ ചിരിയെ കുറിച്ച് എത്ര കവികളാ എഴുതിയത്, പാടിയത്. ഇന്ന് വരെ അതിന്റെ പരിപൂർണമാക്കാൻ ലോകത്തൊരാൾക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ആ പുഞ്ചിരി മുഴുവനും അല്ലാഹു കൊടുത്തതാർക്കാ? കരുത്തനാര ഭർത്താവാര അലി റളിയല്ലാഹു തആല അൻഹുവിനാണല്ലോ. ആ അലിയാർ തങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചതെന്താ? പടച്ചവനെ, ഞാൻ ഈ റുമ്മാമ്പഴം കൊണ്ടുപോയിട്ട് എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഇന്ന് വരെ എനിക്ക് തന്നിട്ടുള്ള പുഞ്ചിരിയേക്കാ സന്തോഷമുള്ള ചിരി എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നാഗ്രഹിച്ചുകൊണ്ട് റുമ്മാമ്പഴവും കൊണ്ട് സന്തോഷത്തോടെ പോയതിനേക്കാൾ സ്പീഡിൽ വേഗം നടന്നു വരുമ്പോ വഴിയിൽ നിന്നൊരു വയോവൃദ്ധനായ മനുഷ്യൻ പറയുന്നു, അല്ലയോ ഹലിയതങ്ങളെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റുമ്മാമ്പഴം എനിക്ക് തരുമോ? എന്റെ വീട്ടുകാർക്ക്, എന്റെ കുടുംബത്തില് എത്രയോ നാളുകൊണ്ട് റുമ്മാമ്പഴം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ശരീരത്തിന് ആരോഗ്യം കുറവാ, ഞാനൊരു രോഗിയാ, എവിടെ പോയിട്ടാണ് ഞാൻ റുമ്മാമ്പഴം കൊണ്ടു കൊടുക്കുക? അതുകൊണ്ട് അത് നിങ്ങൾ എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞുപോയി. നാഥാ, ഞാൻ എന്ത് ചെയ്യും പടച്ചവരെ, ഞാൻ എന്ത് ചെയ്യും റഹ്മാനെ? എന്റെ വീട്ടിൽ ഉറപ്പോടെ എനിക്ക് കിട്ടുമെന്ന് ഉറച്ച മനസ്സോടെ എന്നെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്ക് ഈ റുമ്മാമ്പഴമില്ലാതെ എങ്ങനെ ചെല്ലും റബ്ബേ? പക്ഷേ തന്റെ മുമ്പിൽ വന്ന് ചോദിച്ച മനുഷ്യൻ എങ്ങനെ കൊടുക്കാതിരിക്കൂ? അലി റളിയല്ലാഹു അൻഹു ആ റുമ്മാമ്പഴം എടുത്ത് ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. ഇയാൾ സന്തോഷത്തോടെ കൊണ്ടുപോയപ്പോ തളർന്ന മനസ്സോടെ വിറയ്ക്കുന്ന പാദത്തോടെ ഓരോ ചുവട്ടടിയും മുമ്പോട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന അലി ഹൈദറുൽ കർറാർ. അല്ലാഹുവേ, എന്റെ ഫാത്തിമ എന്നോട് പിണങ്ങുമോ അല്ലാ? എന്റെ ഫാത്തിമ എന്നോട് തർക്കിക്കുമോ അല്ലാ? എന്റെ ഫാത്തിമാന്റെ മുഖം കറുക്കുമോ അല്ലാ? എന്റെ ഫാത്തിമാന്റെ കണ്ണ് നിറയുമോ അല്ലാ? എന്തായിരിക്കും ഫാത്തിമാന്റെ പ്രതികരണം എന്നറിയാൻ വയ്യാതെ വേവലാതിപ്പെട്ടുകൊണ്ട് നടന്നു ചെല്ലുമ്പോ അതാ സെറ്റക്കൊട് എന്റെ മുമ്പിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ റുമ്മാമ്പഴം കൊണ്ടുവരുന്ന അലിയാർ തങ്ങളെ സ്വീകരിക്കാ കൊതിയോടെ കാത്തിരിക്കുമ്പോ
ദൂരെ നിന്ന് നടന്നു വരുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ വലത്തേ കയ്യിൽ റമ്മാമ്പഴമില്ല, ഇടത്തേ കയ്യിൽ റമ്മാമ്പഴമില്ല. അലിയോരെ തങ്ങളുടെ കയ്യിൽ റമ്മാമ്പഴമില്ല എന്ന് മനസ്സിലായപ്പോ ഫാത്തിമ ബീവിന്റെ മനസ്സൊന്ന് പിടച്ചുപോയി. റബ്ബേ, എന്റെ നാവിൽ വന്ന ഗർഭവതിയായിരിക്കുന്ന സമയത്ത് എന്റെ നാവിൽ വന്ന രുചി എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ലേ പടച്ചവരെ, എന്റെ പ്രിയതമനത് കിട്ടിയില്ലല്ലോ എന്ന് വേദനിച്ചപ്പോഴാണ് ഫാത്തിമ ബീവി ഒരു കാര്യം മനസ്സിലോർത്തത്. അല്ലാഹുവിന്റെ റസൂൽ വിവാഹത്തിന് മുമ്പ് പറഞ്ഞു കൊടുത്തില്ലേ, ഫാത്തിമ നിന്റെ ഭർത്താവ് എവിടേക്ക് പോയാലും എവിടെ നിന്ന് മടങ്ങി വന്നാലും മുഖം കറുപ്പിക്കല്ലേ ഫാത്തിമ, മുഖം ഇരുട്ടിക്കല്ലേ ഫാത്തിമ, വെറുപ്പോടെ മുഖം തിരിക്കല്ലേ ഫാത്തിമ. റമ്മാമ്പഴമില്ലാതെ വരുന്ന അലിയാര് തങ്ങളുടെ കൈ കണ്ടിട്ട് മനസ്സ് വേദനിച്ചു പോലെ, കണ്ണ് നിറഞ്ഞു പോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആ കണ്ണുനീര് തൽക്ഷണം നാറ്റിയെടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു നോക്കുമ്പോ പ്രയാസമില്ല, രണ്ട് കൈ മലർത്തിയിട്ട് കിടന്നു വന്ന അലിയാര് തങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ചുടുചുംബനം കൊടുത്തുകൊണ്ട് പുഞ്ചിരിക്കുമ്പോ അലിയാര് തങ്ങൾ പറയുന്ന, നിനക്ക് വേദനയില്ലേ ഫാത്തിമ, നിനക്ക് പരിഭവമില്ലേ ഫാത്തിമ, നിനക്ക് പ്രയാസമില്ലേ ഫാത്തിമ, നീ പിണങ്ങുന്നില്ലേ ഫാത്തിമ, നിനക്ക് റുമ്മാമ്പഴം ഞാൻ കൊണ്ടുവന്നതാണ്. വഴിയിൽ വെച്ച് ഒരാൾ ചോദിച്ചപ്പോ ആ റുമ്മാമ്പഴം എനിക്ക് കൊടുക്കേണ്ടി വന്നുപോയി ഫാത്തിമ, അതുകൊണ്ട് എന്നോട് പൊരുത്തപ്പെടു ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചുകൊണ്ട് പൊട്ടിക്കരയും അലിയാര് തങ്ങളുടെ കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞത്, ഈ പൂവച്ചലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ആടി നിറക്കുന്നത് പോലെ തറച്ചിറങ്ങേണ്ടതാ പെങ്ങളെ. എത്ര ദിവസമോ നീ പറഞ്ഞ സാരി വാങ്ങാത്തതിന്റെ പേരില് നിന്റെ പ്രിയപ്പെട്ടവരുമാറി പിണങ്ങിക്കിടുന്ന എത്ര ദിവസമാ, നീ പറഞ്ഞ ഒരു ഇഷ്ടപ്പെട്ട സാധനം നിന്റെ കുടുംബത്തിനകത്ത് വാങ്ങിക്കൊണ്ട് തരാത്തതിന്റെ പേരിലോ നിന്റെ ഭർത്താവുമായ എത്രയാതി വഴക്കിട്ടത് പെണ്ണേ, എത്ര രാത്രിയാതി ഉറക്ക വിളിച്ച് പൊട്ടിക്കരഞ്ഞത് പെണ്ണേ, എത്ര ദിവസമാ നിന്റെ ഭർത്താവിനെ പട്ടിണിക്കിട്ടത് പെണ്ണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയും അലിയാര് തങ്ങളുടെ കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു, വലിയേ എന്റെ ജീവിതത്തില് നിങ്ങളാ ഒരു റുമ്മാമ്പഴം ആ ഒരു മനുഷ്യന് കൊടുത്തപ്പോ സ്വർഗത്തിന്റെ 10 റുമ്മാമ്പഴം തിന്നതിന്റെ സ്വാദ് ഞാൻ അറിഞ്ഞു വലിയേ, ഇനി എനിക്ക് റുമ്മാമ്പഴം വേണ്ട അലിയേ, സ്വർഗത്തിന്റെ റുമ്മാമ്പഴത്തിന്റെ സ്വാദ് ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു പോരെങ്കിൽ സുജൂദ് ചെയ്യണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ഫാത്തിമ ബീവിയുടെ ചരിത്രത്തിന് മുന്നിൽ സുജൂദ് ചെയ്യണം പെങ്ങളെ. എന്താ നിന്റെ ഭർത്താവിന് കാൽപ്പട്ടിയ ബോൾ പോലെ ചവിട്ടി പറിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. ഭർത്താവ് വിദേശത്തേക്ക് വാഹനത്തിൽ ടാറ്റാ പറഞ്ഞു കൊണ്ടുപോകുമ്പോ സാരിയും പൊക്കി ഉടുത്തുകൊണ്ട് മാറുടവും കാണിച്ചുകൊണ്ട് പള്ള കാണിച്ചുകൊണ്ട് റോഡിന്റെ നാലാഭാഗത്ത് കറങ്ങി നടക്കുന്ന കല്യാണ വീട്ടിന്റെ കത്ത് വീഡിയോ കാറിന്റെ മുമ്പേ പോയി നീങ്ങി നിറങ്ങുന്ന പ്രിയപ്പെട്ട പെങ്ങള്, എവിടെന്താണ് പോലെ നിരക്കി തീജളഞ്ഞ സംസ്കാരം കിട്ടിയത്, അതൊന്ന് വലിച്ചെറിഞ്ഞ സ്വർഗത്തിലേക്ക് പോകാൻ നിനക്ക് എത്ര എളുപ്പമാണ് പെങ്ങളെ. പിന്നെന്താ നീയും നിന്റെ കൂട്ടരും നരകത്തിൽ കൂടുതലായി പോയെന്ന് ചോദിച്ച വാത് കേൾക്കുമ്പോ ഒരു ആവേശം തോന്നും, അത് കഴിഞ്ഞാൽ അത് പുറം കാലുകൊണ്ട് വലിച്ചെറിയും. അതിന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഈ സദസ്സിലെ കേഴുപടിക്കുന്നുണ്ട് നിറഞ്ഞു കവിഞ്ഞ എന്റെ പൂവച്ചൽ സ്വദേശികളാല സഹോദരിമാർ ഒരിക്കലും ആ ഒരു വിഭാഗത്തിൽ പെടാൻ പാടില്ല. നിയ്യത്ത് ചെയ്യണം. ആ ഒരു ഉറച്ച മനസ്സോടുകൂടി മാത്രമേ ഇന്ന് ഈ സദസ്സിൽ നിന്ന് പിരിയാവൂ. തിരിച്ചു വരണം. സീരിയലല്ല നമ്മുടെ കുടുംബജീവിതം, സിനിമയല്ല നമ്മുടെ ജീവിതം, നാടകമല്ല നമ്മുടെ ജീവിതം. ആരെങ്കിലും മുടിയും വളർത്തി പിന്നെ കത്താത്ത വീഡിയോ എടുത്ത് ചുണ്ടത്ത് വെച്ചുകൊണ്ട് എഴുതിയുണ്ടാക്കുന്ന നോവലുകളല്ല നമ്മുടെ ജീവിതം, നോവലുകളല്ല നമ്മുടെ ജീവിതം. സുഹൃത്തുക്കളും പറഞ്ഞു തരുന്ന അനുഭവ കഥകളല്ല നമ്മുടെ ജീവിതം. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയുന്നു, മടങ്ങി വരണം. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരുമ്പോ അല്ലേ, ഭർത്താവ് കൂട്ടുകാരോട് പറഞ്ഞു, എടാ ഞാൻ ഇന്നൊരു സാരി വാങ്ങാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക്, അവർക്ക് വലിയ സന്തോഷമാവും, അവർക്ക് വലിയ സന്തോഷമാകും. നല്ല കടയിൽ തന്നെ പോയി, കാട്ടാക്കടയോ തിരുവനന്തപുരത്തോ ബാലാപുരത്തോ എവിടെയെങ്കിലും പോയി നല്ല കൂടിയ സാരി തന്നെ വാങ്ങി, ആ സാരി വാങ്ങി കവർണകത്തിട്ട് കൊണ്ടുവരികയാണ്. പഴഞ്ച മോഡലായിരുന്നു, അതൊന്നും താത്തമാരിതൊക്കെ ആരിലെ അറിയാവൂ, സഹോദരങ്ങൾക്ക് അറിയില്ലല്ലോ. അവര് ടിവിയിലൂടെ പരസ്യത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ മോഡൽ വസ്ത്രമാണ് അവരുടെ ആഗ്രഹം. എങ്കിലും ഈ ഭർത്താവ് വാങ്ങിക്കൊണ്ട് വരുമ്പോ മനസ്സുകൊണ്ട് ചിന്തിച്ചതെന്താ, ഇന്ന് ഞാൻ വീട്ടിൽ പോയി ബെല്ലടിച്ച്
ഭാര്യ ഇറങ്ങി വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇതങ്ങ് കയ്യിലോട്ട് കൊടുക്കുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് എന്തായാലും എൻ്റെ പൊന്നാരക്കല്ലേ, ഓ എൻ്റെ പ്രിയപ്പെട്ട ഹസേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എന്നെ സ്വീകരിക്കുക എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലാം. കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് എന്താ അടിപൊളിയായിരിക്കും, സെറ്റപ്പാണെന്ന് പറഞ്ഞ് വലിയ കവറൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചപ്പോൾ കേട്ടത് എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവൻ സ്വന്തമായിട്ട് വാങ്ങി കേട്ടില്ലെങ്കിൽ എപ്പോഴും ബെല്ലടിച്ചാൽ വാങ്ങി കേൾക്കും. ഈ ബെല്ലടിക്കുമ്പോൾ വാങ്ങി കേൾക്കും വീട്ടിനകത്ത്. ചില വീട്ടിൽ അങ്ങനെ, ചില വീട്ടിൽ സലാം കേൾക്കും, ചില വീട്ടിൽ വേറെ എന്തെങ്കിലും കേൾക്കും. ബെല്ലടിക്കണോ ഇറങ്ങി ഓടയും ചെയ്ത് കേട്ടിട്ട്. അപ്പൊ അങ്ങനെ വന്ന് ബെല്ലടിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കവർ ഇങ്ങനെ മാറ്റി വെച്ച് ഭാര്യയോട് പറഞ്ഞു, ഇന്ന് നിനക്ക് ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കട്ടെ മച്ചാ, നോക്കട്ടെ മച്ചാ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിന്റെ 4 വാർഡ് ഓടി. പെണ്ണുമുള്ള വേക്കിയത് നല്ല കവറല്ലേ, സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അകത്തെന്നറിയാം. അല്ലോ പച്ചയായിരിക്കോ ചുവപ്പായിരിക്കോ നക്ഷത്രപ്പുള്ളി ആയിരിക്കട്ടെ അല്ലാന്ന് പറഞ്ഞു ഓടി. ഇന്ന് അപ്പുറത്തെ സീനവാക്ക് ഞാൻ കാണിച്ചു തരാടി, എന്റെ മച്ചായി കൊണ്ടുവന്നിട്ട് പറഞ്ഞ് വേക്കിന്ന് ഓടുക. ഓടി അത് വാങ്ങാനായിട്ട് ഓടി നടന്ന് മക്കള് വേക്കിന്ന് ഓടി, ഉമ്മാരെ വേക്കിത് ഇന്ന് വരെ കാണാത്ത ഓട്ടമില്ല. മക്കൾ ഇറങ്ങി വരികയാ ഓടി അവസാനം കൊണ്ടുവന്ന് ഭർത്താവ് ഇങ്ങനെ സന്തോഷത്തോടുകൂടി കവർ കൊടുത്ത് കവർ പൊട്ടിച്ച് നോക്കിയിട്ട് താത്ത പറയാ, ഇതാണ് ആ ചാണി, ഇതാ കിടക്കുന്നത്. എന്ത് വിഷമം ഉണ്ടാവും മനസ്സിൽ. നിങ്ങൾ പ്രതീക്ഷിച്ചതെന്ത്, അവരാഗ്രഹിച്ചതെന്ത്? നിന്റെ പ്രിയതമൻ നിനക്ക് കൊണ്ടുതരുന്നത് 10 രൂപയുടെ തുണിയാണെങ്കിലും നിനക്കത് ഇഷ്ടപ്പെട്ടില്ലാരെങ്കിലും സന്തോഷത്തോടെ വാങ്ങിയിട്ട് പറയണം, എന്റെ ഭർത്താവിന് നല്ല തുണി എടുക്കാം അറിയാമല്ലോ, ഞാനത് അറിഞ്ഞിരുന്നില്ല എന്ന് സന്തോഷിപ്പിച്ചുകൊണ്ട് നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട പെണ്ണിന് കൊടുത്തോ, അതല്ലെങ്കിൽ അപ്പുറത്ത് കഴിയുന്നവർക്ക് കൊടുത്തോ. പക്ഷെ അത് വാങ്ങിയ ഉടനെ നിന്റെ പ്രിയതമനോട് കളിയാക്കുന്ന പരിഹസിക്കുന്ന രൂപത്തിലൊന്നും പറയല്ല മോളെ. ആ കൊണ്ടുവന്ന കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആ കൊണ്ടുവന്ന തുണി ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിലും, ആ കട ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു വാക്ക് പോലും മറുത്തു പറയാറ് സന്തോഷത്തോടെ അത് സ്വീകരിക്കണം. അതാണ് തബസ്സുമു സദഖ. നാട്ടുകാരോട് മാത്രമല്ല, നിന്റെ ഭർത്താവിന്റെ മുന്നിലും നീ പുഞ്ചിരിച്ചാൽ അതിന് സദഖയുടെ പ്രതിഫലമുണ്ട് പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചവരാണ്. വിഭാര പ്രവാചകർ അങ്ങനെ ഒരു പെണ്ണ് ജീവിക്കണമെന്ന് താല്പര്യപൂർവ്വം പഠിപ്പിച്ചതാണ്. വളരെ അത്ഭുതകരമായ ഭർത്താവിന്റെ മുഖത്ത് വന്ന വേദന മാറ്റാനുള്ള അർഹത ലോകത്ത് ഭർത്താവിന്റെ ഉമ്മയ്ക്കതിന് കഴിയില്ല, ഭർത്താവിന്റെ വാപ്പയ്ക്ക് കഴിയില്ല. അതാകെ കഴിയുന്നത് ഭർത്താവിന്റെ പ്രിയപ്പെട്ടവളായ നിനക്ക് മാത്രമാണ്. കല്യാണം കഴിച്ചവരോട് ഞാനെന്ന് ചോദിക്കട്ടെ, ഉമ്മ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് അത്രത്തോളം വേദനിക്കണമെന്നില്ല, വാപ്പ എന്ത് നിസ്സഹകരണം കാണിച്ചാലും മനസ്സ് വേദനിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ ചിലവിന് കൊടുക്കുന്ന, നിങ്ങളുടെ കൂടെ കിടക്കുന്ന നിങ്ങളെ പ്രിയപ്പെട്ടവളില്ലേ, ഓ പ്രിയപ്പെട്ടവൾ നിങ്ങളെ അവഗണിച്ച, നിങ്ങളെ പരിഹസിച്ച, നിങ്ങളെ കുറ്റം പറഞ്ഞ, നിങ്ങൾ വന്നിരുന്ന് പൊട്ടിക്കരയുമല്ലോ. അവള് പോലും പറഞ്ഞു ഉസ്താദേ, അവള് പോലും പറഞ്ഞു ഉസ്താദേ, ഞാൻ കരുതി എന്റെ കുടുംബത്തിൽ അവളെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന്, അവള് പോലും എന്നെ പിടഞ്ഞു ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞു പോകുമെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഒരിക്കലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവഗണിക്കാൻ പാടില്ല. ആ മുഖത്ത് വന്ന ആ മുഖത്ത് വന്ന വേദന അത് മാറ്റിക്കൊടുക്കാനുള്ള അർഹത നിനക്കാണ്. അത് മാറ്റിക്കൊടുക്കാനുള്ള 100% ഉത്തരവാദിത്വം നിനക്കാണ്. മറ്റൊരു മനോഹരമായ ചരിത്രത്തിലേക്ക് വരികയാണ്. സഹാബികളിൽ സമ്പന്നനായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. സഹാബികളിൽ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. അള്ളാഹു ധാരാളം പണം കൊടുത്തു. ആ പണം മുഴുവനും ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടി ചെയ്യും. എന്താണെന്നറിയോ? പള്ളിയിൽ പോയി അള്ളാഹുവിന്റെ റസൂലിനെയും കൂടെയുള്ള സഹാബത്തിനെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഒരു ശൈലി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്യുമായിരുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം അങ്ങനെ പ്രവാചകനെയും തന്റെ കൂടെയുള്ള സഹാബികളെയും വീട്ടിലേക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി വിളിച്ചു. അങ്ങനെ ഒരു ശൈലി നല്ലതാണ്. വല്ലപ്പോഴും ഉസ്താദുമാരെയൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകണം. പണ്ടുകാലത്ത് എല്ലാ സ്ഥലത്തും ദറസ് ഉണ്ടായിരുന്നു. ആ ദറസിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്ന ധാരാളം ഉമ്മമാരുണ്ടായിരുന്നു. മക്കളെ പോലെ നോക്കുന്നത്. ഞാൻ സംഭ്രമ മുസ്ലിം ജമാഅത്തിലാണ് പഠിച്ചത്.
6 കൊല്ലം അവിടെ പഠിച്ച ഞാൻ ഇപ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ അവർ വിളിച്ചു ചോദിക്കാറുണ്ട്, നമ്മളെ മറന്നോ മോനെ ദുആ ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്. ഉമ്മയെക്കാളും വാപ്പയെക്കാളും സ്നേഹിക്കുന്ന ഒരുപാട് രക്ഷകർത്താക്കൾ അവിടെയുണ്ട്. ഉറക്കം പൊഴിഞ്ഞ് ഈ വിനീതിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി, ഒന്നുമില്ലെങ്കിലും ഉള്ള കറി നമുക്ക് വേണ്ടി തന്നിട്ട് അവര് കരുവാടാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങി ഒരുപാട് ഉമ്മപെങ്ങന്മാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അതിനർഹമായ പ്രതിഫലം എല്ലാ ഇൽമിന്റെ മജ്‌ലിസിൽ നിന്നും അള്ളാഹു അവർക്ക് വീതിച്ചു കൊടുക്കുമാറാകട്ടെ എന്നെപ്പോഴും ഞാൻ ദുആ ചെയ്യാണ്. അതൊക്കെ വലിയ നേട്ടമാണ്, അതൊക്കെ വലിയ നേട്ടമാണ്. ഇന്ന് അതൊന്നുമില്ല. അന്ന് ദറസെല്ലാം ഒരുമിച്ച് പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. പള്ളിയിൽ നിന്ന് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത് വലിയ നേട്ടമാണ്. അള്ളാഹു ആ കുടുംബത്തേക്ക് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വലിയ ഒരു സദസ്സ്, അള്ളാഹുവിന്റെ റസൂൽ, സഹാബത്ത് അലി റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്. ആ സമയം സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അള്ളാഹുവിന്റെ റസൂല് അലി റളിയല്ലാഹു തആല അൻഹു അടക്കമിരിക്കുന്ന സഹാബത്തിരിക്കുന്ന സദസ്സില് മുത്തുനബി ഒന്ന് ദുആ ചെയ്യുകയാ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ മാത്രം ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ആരാണത്? ഇസ്ലാമിക ചരിത്രത്തിൽ ഫാത്തിമ ബീവിയുടെ ഉറ്റതോഴനായ അലിയാര് തങ്ങള് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണു നിറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഒരു പ്രയാസം, എങ്കിലും ആ ഭക്ഷണം കഴിച്ചു. സഹാബികൾ പലരും ശ്രദ്ധിക്കാതിരിക്കാൻ കണ്ണുനീര് തുടച്ചു. ഭക്ഷണമെല്ലാം കഴിച്ചു തീർന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസ്മാൻ, ഈ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ പള്ളിയിലേക്ക് നടന്നു പോകുന്നത് എത്ര ചുവട്ടടിയുണ്ടോ അത്രയും ചുവട്ടടി നിനക്ക് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു തരട്ടെ ഉസ്മാൻ. ഇത് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു വീണ്ടും കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലിരിക്കുന്ന പതിവ്രതയായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം കേട്ട് സുന്ദരിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ ഇന്ന് വരെ എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖം ഇത്രത്തോളം കറുത്തരായി കണ്ണ് നിറഞ്ഞതാരി കണ്ടിട്ടില്ല. പിന്നെന്തുകൊണ്ടാ ഇന്ന് ഇത്രയധികം വേദനിക്കുന്നതെന്നറിയാൻ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? മനോഹരമായ ശബ്ദിക്ക് പോലെ സ്വീകരണത്തിന് പോയ നിങ്ങൾ വീട്ടിൽ വന്നെന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തിമ, ഞാൻ ആ കാരണം പറഞ്ഞ എന്റെ സങ്കടം തീർക്കാൻ നിനക്ക് പറ്റുമോ ഫാത്തിമ? എന്റെ വിഷമം മാറ്റാൻ നിനക്ക് പറ്റുമോ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹബീബാന പ്രവാചകന്റെ കരളാണ് ഞാനെങ്കിൽ ഓ വേദന ഞാൻ മാറ്റിയിരിക്കും അലിയേ, നിങ്ങളുടെ കണ്ണുനീര് ഞാൻ മാറ്റിയിരിക്കും അലിയേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നമ്മളെന്തേ പാവപ്പെട്ടവരായി പോയി, നമ്മളെന്തേ കൂലിവേലക്കാരായി പോയി ഫാത്തിമ, നമ്മളെന്തേ ഒരു ദിവസം ഞാൻ ഈന്തപ്പന മരങ്ങൾക്കിടയിലുള്ള പുല്ല് ചെത്തിയില്ലാരെങ്കിലോ അന്ന് ഞാനും നീയും എന്തേ പട്ടിണിയായി പോകുന്നു ഫാത്തിമ. നമുക്കെന്തേ അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയുമല്ല ഒരു ദിവസം നമ്മുടെ ഈ ചൊറ്റക്കുടിന്റെ കത്ത് വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാ എന്തുകൊണ്ട് കഴിയുന്നില്ല ഫാത്തിമ? ഹബീബാന പ്രവാചകര് ഉസ്മാന് വേണ്ടി ദുആ ചെയ്തല്ലോ, അല്ലാഹുവിന്റെ റസൂല് ഉസ്മാൻ കൊടുത്ത ഭക്ഷണം കഴിച്ചല്ലോ. ഒരാൾക്ക് പോലും ഭക്ഷണം കൊടുക്കാനുള്ള വക നമുക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലിയാര് തങ്ങളെ, നാളെ വിളിക്കണമോ തങ്ങളെ? നിങ്ങളൊന്ന് കരയാതിരിക്കുമോ? നിങ്ങളുടെ കണ്ണുനീര് കാണാനുള്ള കരുപ്പെനിക്കില്ല, നിങ്ങളുടെ മനസ്സിന്റെ വേദന എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നാളെ വിളിക്കണമോ തങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിന് എത്ര സഹാബികളുണ്ട് അത്രയും പേരെ വിളിച്ചോ. ഈ ഫാത്തിമാന്റെ ചെറ്റക്കുടലിന്റെ കത്ത് ഉസ്മാൻ കൊടുപ്പതിനേക്കാളോ വിപുലമായിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാമലിയേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് ഭ്രാന്താണ് ഫാത്തിമ നീ പറയുന്നേ? എന്താണ് ഫാത്തിമ നീ പറയുന്നേ? ഇത്രയും സഹാബികൾക്ക് പ്രവാചകനെ ഈ വീട്ടിനകത്ത് എങ്ങനാ ഭക്ഷണം കൊടുക്കാൻ പറ്റാ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഒരു വലിയ പാത്രം കൊണ്ടുപോയി അടുപ്പത്ത് വെച്ചിട്ട് അടച്ചു മൂടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളാണ് ഞാനെങ്കിലോ, ഹബീബാന പ്രവാചകന്റെ മോചിതത്തുണ്ടെങ്കിലോ ഈ പ്രിയപ്പെട്ട പൊന്നുമോള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, നാളെ എന്റെ പ്രവാചകരും സഹാബികളും ഈ വീട്ടിലേക്ക്
വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ഈ പാത്രം നിറച്ച് സ്വർഗീയ ഭക്ഷണം നീ തരണേ അല്ലാ, തരണേ അല്ലാ. എന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ അല്ലാ, എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയിപ്പിക്കല്ലേ അല്ലാ. ആ കണ്ണുനീര് കാണാൻ എനിക്ക് കരുത്തില്ല റബ്ബേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വാലിഹത്തായ സ്വർഗസ്ത്രീകളുടെ നേതാവായ ഫാത്തിമ ബീവി പ്രാർത്ഥിച്ചപ്പോ പിറ്റേന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പോലെ വിളിക്കുകയാ, സഹാബികളെ വിളിക്കുകയാണ്. അലിയാർ തങ്ങളുടെ സന്തോഷമൊന്ന് കാരണമായിരുന്നു. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ഒരു വെപ്രാളമുണ്ട്. അല്ലാഹുവേ, ആ പാത്രത്തിന്റെ അടപ്പെടുക്കുമ്പോ അതിൽ ഭക്ഷണം കാണുമോ അല്ലാ? എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുവന്നിട്ട് കളിയാക്കേണ്ടി വരുമോ? പരിഹാസമായി പോകുമോ? എങ്കിലും അത് ഭക്ഷണമുണ്ടെങ്കിൽ എന്ത് സന്തോഷമായിരിക്കുമെന്നറിയാ. ഹബീബാന പ്രവാചകരെ ഈ സഹാബത്തില് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോ എല്ലാ സഹാബികളും നിരന്നിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മധ്യഭാഗത്തിരിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, അലിയേ, നിങ്ങൾ പോയിട്ട് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആ പാത്രത്തിന്റെ അടപ്പൊന്ന് മാറ്റുമോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, ഒരു നുള്ളരി പോലും ഇട്ടിട്ടില്ലാത്ത, ഒരു ഗ്ലാസ് വെള്ളം പോലും ഒഴിച്ചിട്ടില്ലാത്ത ആ പാത്രത്തിനകത്ത് വിടുന്ന ആ ഭക്ഷണം ഫാത്തിമ, അത് ഞാൻ തന്നെ ചെയ്യണമോ എന്ന് ചോദിച്ചിട്ട് അലി റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞിരിക്കുന്ന പാത്രമുണ്ടല്ലോ, തലേ ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വെച്ച പാത്രമുണ്ടല്ലോ, ആ പാത്രത്തിന്റെ അടപ്പങ്ങ് ഉയർത്തുകയാ. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു സ്വാദുള്ള ഭക്ഷണമാ, എന്തോ ഒരു രുചികരമായ ഭക്ഷണത്തിന്റെ സ്വാദ് ഓ റൂമിനകത്ത് നിറയെങ്ങ് പൊങ്ങി വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന അല്ലാഹുവിന്റെ റസൂലിനെ വാരി പുണർന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അവിടുത്തെ മോള് സ്വർഗത്തിന്റെ റാണിയാണ് നബിയേ, അവിടുത്തെ മോള് സ്വർഗത്തിന്റെ റാണിയാണ് നബിയേ. ആ പൊന്നുമോളെ എനിക്ക് തന്നതിന് പകരം അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് എന്ത് ഞാൻ തന്നാലും മതി വരൂല നബിയേ. എന്റെ പ്രിയപ്പെട്ടവളാണ് ഫാത്തിമയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് ഭക്ഷണം വന്നത് നബിയേ. ഇന്നലെ ഉസ്മാന്റെ സദ്യ കണ്ടിട്ട് അസൂയപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് എനിക്ക് അല്ലാഹു തന്ന ഭാഗ്യമാണ് നബിയേ. ഓർക്കുക എന്റെ പ്രിയമുള്ളവരെ, ആ മനസ്സൊന്ന് വേദനിച്ചപ്പോ, ആ കണ്ണൊന്ന് നിറഞ്ഞപ്പോ, ആ മുഖമൊന്ന് കറുത്തപ്പോ, ആ വേദന മാറ്റാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാനോട് ദുആ ചെയ്തപ്പോ തൽക്ഷണം ആ ദുആ അല്ലാഹു സ്വീകരിച്ചു പോരെങ്കിലോ. ഭർത്താവിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തിട്ടെന്തേ അല്ലാഹു ആ ദുആ സ്വീകരിക്കാത്തത് പെങ്ങള്? നമുക്ക് ആ പവർ ഉണ്ടായിട്ടില്ല പെങ്ങള്, നമ്മൾ അത്രത്തോളം വളർന്നിട്ടില്ല പെങ്ങള്. കല്യാണത്തിന് പോകുമ്പോ തല തുറന്നിട്ട് മരണത്തിന് പോകുമ്പോ തലമറയ്ക്കുന്ന, അതിന് വരുമ്പോ തലമറച്ചിട്ട് സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങുന്ന ആ രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങളോ മനുഷ്യ മനസ്സിലെ പെൺകുട്ടികളുടെ ഈ സ്ത്രീകളുടെ മനോഭാവത്തെ മാറ്റപ്പെടുത്തി പോരെങ്കിലോ നമ്മുടെ ദുആ പടച്ചോര് വേണ്ട പെങ്ങളെ. താഴിക്ക് 40 വട്ടം ഭർത്താവിനെ പരിഹസിക്കുന്ന, ഭർത്താവിനെ കുറ്റം പറയുന്ന, ഭർത്താവ് മാറി പിണങ്ങിക്കഴിയുന്ന നമ്മൾ അതുകൊണ്ട് അതപ്പതിച്ചു പോയത് പെണ്ണ്. നമ്മുടെ കുടുംബം അതുകൊണ്ട് ആ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാത്തത് പെണ്ണ്. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു ഭർത്താവിന് വേണ്ടിയിട്ട് ലോഡ്ജിനകത്ത് പോയിട്ട് മഫ്തയിട്ട ഒരു മുസ്ലിം പെണ്ണ് ശരീരം കൊടുത്തത് അടുത്തകാലത്ത് പത്രത്തിലൂടെ വായിച്ചതാണല്ലോ. എന്തിനെന്റെ പ്രിയപ്പെട്ടവരെ, എല്ലോ അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് പ്രവർത്തിക്കാനുള്ള, ചിന്തിക്കാനുള്ള, പറയാനുള്ള, പ്രാർത്ഥിക്കാനുള്ള കഴിവും കരുത്തും കനിവും നിനക്കുണ്ടാവുക. ഹബീബായ പ്രവാചകർ പറയുന്നു, പാടില്ല ഒരിക്കലും ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുമ്പോഴോ ഭർത്താവ് വരുമ്പോഴോ ആ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല. പിന്നെന്താ, വേദനിച്ചു പോയ മനസ്സിനെയും നിറഞ്ഞുപോയ ഭർത്താവിന്റെ കണ്ണുനീരിനെയും മാറ്റാനുള്ള പവർ നിനക്കുണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയാ, അത് ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിലൂടെയാണ് സാധിക്കുക. അതിന് കഴിയണം എന്റെ സഹോദരിമാരെ. അല്ലാതെ എന്തു പറഞ്ഞാലും നിയമാവലി എടുത്തു വെച്ചിട്ട്
എനിക്ക് വക്കീലുണ്ട്, കുടുംബ കോടതി എന്റെ കൂടെയാണ്, ഇപ്പോഴത്തെ ഭരണം നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞ് വരട്ടല്ല ചെയ്യാനുള്ളത്. ഏതു മേഖല വന്നാലും ഭർത്താവിനെ ഇന്നലെ ഞാൻ 2 ദിവസം പറഞ്ഞ രീതിയിൽ ഭർത്താവാണെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പോക്ക് കേസട്ടെ രണ്ടും. ഇന്നലെയും മര്യാദ ഞാൻ പറഞ്ഞ വിഷയത്തിന്റെ ആ അടിസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന ഭർത്താക്കന്മാർക്കാണ് ഇന്ന് പറയുന്ന ഭാര്യമാരെ അള്ളാഹു തരിക. അള്ളാഹു അങ്ങനെയുള്ള രണ്ടുപേർക്കും തൃപ്തിയുള്ള, മനസ്സുള്ള, പൊരുത്തമുള്ള കുടുംബജീവിതം അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. 4, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്നുവരെ നിങ്ങളിൽ നിന്ന് അള്ളാഹ് തന്നെ ഒരു നന്മ എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊരു ഭാര്യ പറഞ്ഞാൽ അതുവരെ, കല്യാണം കഴിഞ്ഞ് അതുവരെ അവള് ചെയ്ത എല്ലാ നന്മയും അള്ളാഹു ബാത്തിലാക്കി കളയും. ഈ സമയത്തെ പറയുള്ളൂ, ചെറുപ്പക സമയത്ത് പറയുള്ളൂ. ഇവിടെ ഇബ്ലീസ് വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. എന്താണെന്നറിയോ? നീ ഏത് പ്രായത്തിലാണ് നിന്റെ ഭർത്താവിനോട് നിങ്ങളിൽ നിന്ന് ഒരു നന്മയും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞ ആ സമയം വരെ നീ ചെയ്ത മുഴുവൻ അമലിന്റെയും പ്രതിഫലം അവിടെ നഷ്ടപ്പെട്ടു പോകുമെന്ന് അള്ളാഹു റസൂല് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് 4-മതായി പറയുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കിയേ. 20-ാമത്തെ വയസ്സിൽ പറഞ്ഞാൽ അത്രയ്ക്കുള്ള ഇബാദത്തെ പോകും, 30-ൽ പറഞ്ഞാൽ അത്രയ്ക്കുള്ളതേ പോകും, 40-ൽ പറഞ്ഞാൽ അത്രയ്ക്കുള്ളതേ പോകും, 50-ലും 60-ലും നമ്മൾ പറയില്ല. ഒരു 70, 65, 70 ആവുമ്പോ ഉപ്പാപ്പാക്കും ഉമ്മാമാക്കും ഇത് തന്നെ ജോലി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു നന്മയും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ഇത് സാധാരണ പറയുന്നത് 90-ാം പക്കത്തിലാണ്. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ എല്ലാ നന്മകളും, നിങ്ങളുടെ എല്ലാ നന്മകളും അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. പിന്നെ ഒന്നുമില്ലാതെ പടച്ചതമ്പുരാന്റെ ഖബറിന്റെ കത്തളത്തിലേക്ക് ചെല്ലേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഗൗരവത്തോടെ ചിന്തിക്കണം. ഭർത്താവ് ഒരു നന്മയും നിങ്ങൾക്ക് ചെയ്തിട്ടില്ലാരെങ്കിലും, ഒരു നന്മയും ഭർത്താവ് നിങ്ങൾക്ക് ചെയ്തിട്ടില്ലാരെങ്കിലും നിങ്ങൾ മറുത്തവരെ കളിയാക്കാനും പരിഹസിക്കാനും നിൽക്കരുത്. സഹോദരിമാർക്കൊരു സ്വഭാവമുണ്ട്, എന്തെന്നറിയോ? ആര് ചെയ്താലും അംഗീകരിക്കും, ഭർത്താവ് ചെയ്താൽ അംഗീകരിക്കില്ല. ആര് ചെയ്താലും അംഗീകരിക്കും, ഭർത്താവ് ചെയ്താൽ അംഗീകരിക്കില്ല. അതാ വേറെ. ഇപ്പോ ഭർത്താവ് നല്ലൊരു മേസ്ത്രി ആവട്ടെ, നല്ലൊരു വീട് വെച്ച് നിങ്ങൾ വെക്കുമോ? അത് നിങ്ങൾ പോയി പൈസ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള പയ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കണതാ. നമ്മൾ എന്ത് ചെയ്താലും അംഗീകരിക്കില്ല. നമ്മൾ എന്ത് വാങ്ങിക്കൊടുത്താലും അതിന് മാറ്റുണ്ടാവില്ല. നമ്മൾ എന്തെല്ലാം വില കൊടുത്താലും എത്ര കഷ്ടപ്പെട്ടാലും. അതുകൊണ്ടാണല്ലോ പണ്ടുള്ളവർ പറഞ്ഞ, ചങ്ക് പറിച്ചൊന്ന് നിന്നെ കാണിച്ചാലും അത് ചെമ്പരത്തി പൂവാണെന്ന് പറയൂ നീ. ചങ്ക് പറിച്ച് കാണിച്ചു കൊടുത്താലും ഇത് മച്ചാറയിരിക്കണ ചെമ്പരത്തി പൂവ, അപ്പുറത്തെ ശുക്കൂറിന്റെ ഇരിക്കണത് കരളാന്ന് പറയും. അങ്ങനെ പറയൂ. അത് പെണ്ണിന്റെ സ്വഭാവമായിട്ട് മാറിപ്പോയി. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അയാള് ഇന്ന് വരെ നിനക്കൊരു നന്മയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാ നീ ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും ഫാത്തിമ. 5-മത് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഭർത്താവിനെ വേദനിപ്പിക്കാൻ പാടില്ല. വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിച്ചാത്തിയിട്ട് വെട്ടാൻ പാടില്ല എന്നല്ല. വേദന എന്ന് പറഞ്ഞാൽ അതല്ല. വേദന എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിനകത്ത് നടക്കുന്ന സംസാര ശകലം പോലും വേദനയാണ്. വീട്ടിനകത്ത് നടക്കുന്ന സംസാര ശകലം പോലും വേദനയാണ്. ആ വേദന നിന്റെ ഭർത്താവിന് കൊടുക്കല്ല ഫാത്തിമ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ദിവസം ഭർത്താവിനെ ഒരു പെണ്ണ് വേദനിപ്പിച്ച ആ ദിവസം അവൾ ചെയ്യുന്ന ഒരു നന്മയും അള്ളാഹു മോളേക്ക് ഉയർത്തില്ല. നമ്മുടെ ഇബാദത്ത് പടച്ചതമ്പുരാന്റെ ഭാഗത്തെത്തിയില്ലെങ്കിൽ എന്തും കൊണ്ട് ഖബറിലേക്ക് പോകാനാണ് നമ്മളിരിക്കുക. അല്ലാഹു പറയുന്നല്ലോ, യാ അയ്യുഹന്നാസു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി ഹഖ്ഖ തുഖാതിഹി. എന്തുമാത്രം നിനക്ക് കഴിവിന്റെ പരമാവധി എത്രത്തോളം അല്ലാഹുവിനെ തഖ്വ ചെയ്യാൻ നിനക്ക് പറ്റോ അത്രത്തോളം നീ തഖ്വ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞതെന്തിനാ? അത് കുടുംബജീവിതം പോലും അതിനകത്ത് വരും. നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിച്ച, നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വിഷമിപ്പിച്ച, നിന്റെ ഭർത്താവ് പ്രയാസപ്പെട്ടുകൊണ്ട് നിന്റെ റൂമിന്റെ അടുത്ത റൂമിൽ കിടന്നുറങ്ങിയ, നിന്റെ പായുടെ അടുത്ത പായിൽ കിടന്നുറങ്ങിയ, ഒരേ പായിൽ മുഖം തിരിച്ച് വേദനയോടെ കിടന്നുറങ്ങിയ, അല്ലാഹുവിന്റെ റസൂല് പറയാ,
നിന്റെ ഇബാദത്തൊന്നും പടച്ചോൻ ഉയർത്തില്ല പെണ്ണേ. വിദേശ രാജ്യത്ത് നിന്ന് ഫോൺ വിളിക്കുന്ന ഭർത്താവിനോട് പിണങ്ങുന്ന രീതിയിലുള്ള വർത്തമാനം പറയല്ല പെങ്ങളേ. നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവര് ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ മുഖം കറുപ്പിച്ചുകൊണ്ട് വേദനയുടെ ഭാഷ്യം അവരോട് പറയല്ല പെണ്ണേ. അതൊരുപാട് പ്രയാസങ്ങൾ നിനക്ക് നേടിത്തരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആറാമത് അള്ളാഹുവിന്റെ റസൂല് പറയാ, നിന്റെ നന്മയുണ്ടല്ലോ ആ നന്മ ഭർത്താക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്, അത് ചെയ്യല്ലേ ഫാത്തിമ. ആറാമത് അള്ളാഹു റസൂല് പറഞ്ഞതാ, നീ ചെയ്ത ഇബാദത്തിന്റെ നന്മ നിന്റെ ഭർത്താവിന് കിട്ടും. ഭർത്താവ് ഒന്നും അറിയണ്ട. ഒരു കാര്യം ഭർത്താവ് ചെയ്തു, നിന്നെ വിളിച്ചു, വീട്ടിൽ വന്നിട്ട് ലൈല അല്ലെങ്കിൽ സൂറ അല്ലെങ്കിൽ നവീസ എന്ന് പേര് വിളിച്ചപ്പോ നീ അതിന് മറുപടി കൊടുത്തില്ല. നീ വലിയ തിരക്കിലാണ് അടുക്കളയിൽ, അല്ലെങ്കിൽ നീ എന്താ മുളവണക്കാണ് മുറ്റത്ത്, അല്ലെങ്കിൽ നീ കൊപ്ര ഇങ്ങനെ ആട്ടാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് മുറ്റത്ത് വെച്ചിരിക്കാണ്, അത് നോക്കിക്കൊണ്ടിരിക്കാണ്, അല്ലെങ്കിൽ നെല്ലുണക്കാണ്, ഏതെങ്കിലും അത്യാവശ്യപ്പെട്ട ഏത് അത്യാവശ്യമായ ജോലിയിലാണെങ്കിലും ഭർത്താവിന്റെ വിളിക്ക് നീ ഉത്തരം ചെയ്തില്ലാരെങ്കിൽ, ഭർത്താവ് നിന്നെ വിളിച്ചിട്ട് നീ മറുപടി കൊടുത്തില്ലാരെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, നീ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം നിന്റെ ഭർത്താവിന് അള്ളാഹു കൊടുക്കും. അപ്പൊ സഹോദരങ്ങൾ, ബുദ്ധിയുള്ള ഭർത്താക്കന്മാർ ഇപ്പൊ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അടുക്കളയിൽ പെണ്ണുപിള്ള നിൽക്കുമ്പോ എറാത്ത് പോയിട്ട് പതുക്കെ കേട്ടില്ലെങ്കിൽ അവള് ചെയ്ത ഈ ബാദിന്റെ പ്രതിഫലം നമുക്ക് കിട്ടില്ല. അങ്ങനെ ഓസിന് പടച്ചോനെ പറ്റിക്കാനൊക്കെ, വാപ്പായ ഉസ്താമാരൊക്കെ പറ്റിക്കാനേ പറ്റും, അള്ളാഹെ പറ്റിക്കാൻ പറ്റില്ല. നേരിട്ട് തന്നെ എന്റെ പ്രിയമുള്ളവരെ, ആവശ്യത്തിന് നിങ്ങൾ വിളിക്കുകയാണ് നിങ്ങളുടെ ഭാര്യയെ, അത് ചിലപ്പോ ശാരീരികമായ ആവശ്യത്തിനാകട്ടെ മറ്റേതെങ്കിലും കാര്യത്തിനാകട്ടെ, അള്ളാന്റെ റസൂല് പറഞ്ഞു മറുപടി കൊടുക്കുക. അടുപ്പിന്റെ ചോട്ടിലാണെങ്കിലും ശരി അതിന് മറുപടി കൊടുക്കണേ പെണ്ണേ. അടുപ്പിന്റെ ചോട്ടിലെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഓണായിരിക്കുകയാണ് എങ്കിലും ഭർത്താവിന്റെ വിളിക്കാണ് നീ ഉത്തരം ചെയ്യേണ്ടത്. അതാണ് അടുപ്പിന്റെ ചോട്ടിലാണെങ്കിലും ശരി, എത്ര അത്യാവശ്യമുള്ള ജോലി അടുക്കളയ്ക്കകത്ത് നടന്നുകൊണ്ടിരുന്നാലും പെണ്ണേ, പ്രിയപ്പെട്ട ഭർത്താവ് വിളിച്ചാൽ അതിനുത്തരം ചെയ്തില്ലാരെങ്കിൽ, ആ ഭർത്താവിന്റെ വിളിക്ക് മറുപടി കൊടുത്തില്ലാരെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നന്മകളൊന്നും പിന്നെ ആകാശത്തേക്ക് ഉയർത്തില്ല. ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ട ചില ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഉസ്താദേ, നിങ്ങൾ എത്ര പറഞ്ഞാലും ഈ പെണ്ണുങ്ങൾ കേട്ടുകൊണ്ടുപോയിട്ട് വീണ്ടും ഇതിന്റെ വിപരീതം തന്നെ കാണിക്കൂ. അങ്ങനെ കാണിക്കല്ലേ മോളെ. പഠിച്ചതുപോലെ പ്രവർത്തിക്കാത്തവര്, അറിഞ്ഞതുപോലെ പ്രവർത്തിക്കാത്തവര് നരകത്തിന് പ്രത്യേകമാണ് പടച്ചോ സജ്ജമാക്കിയിരിക്കുന്ന കവാടത്തിലാണ് കടന്നു പോവുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുതിബ അലൈഹി അന്നഹു മൻ തവല്ല വഅന്നഹു യുദല്ലുഹു വയഹ്ദീഹി ഇലാ അദാബിസ് സഈർ. സഈർ എന്ന നരകത്തിന്റെ കവാടത്തിലേക്ക് പിശാചിന്റെ പാറ പിൻപറ്റിയിട്ട് വഅദ് കേട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് പിശാചിന്റെ പിന്നാലെ പോകുന്ന ആണിനെയും പെണ്ണിനെയും വയഹ്ദീഹി ഇലാ അദാബിസ് സഈർ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ സഈർ എന്ന് പറയുന്ന കവാടത്തിലേക്ക് പടച്ചതമ്പുരാ കൊണ്ടുപോകുന്നതാണ്, അല്ലാഹു വലിച്ചടയ്ക്കുന്നതാണ്. ആ ഒരവസ്ഥ വരാതിരിക്കാ. നിന്റെ കുടുംബത്തിൽ അഭിമാനമുണ്ടാവാ, നിന്റെ കുടുംബത്തിൽ ഇസ്ലാമിയത്തുണ്ടാവാ, നിന്റെ കുടുംബത്തിൽ ഈമാനിന്റെ മാധുര്യമുണ്ടാവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഭർത്താവിനെ വേദനിപ്പിക്കാൻ പാടില്ല. ഭർത്താവിന്റെ മനസ്സ് നോവുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഭർത്താവിനോടൊപ്പം രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ആ ഭർത്താവിന്റെ കൂടെ സഹകരിക്കാനുള്ള മനസ്സുണ്ടാവണം. ഇന്ന് ഒരു 40 വയസ്സ് ഭർത്താവിനും ഭാര്യയ്ക്കും കഴിഞ്ഞാൽ രണ്ടുപേരും കിടക്കുന്നത് 2 റൂമിലാണ്. പാടില്ല. അതൊക്കെ നമ്മൾ നിർത്തണം. ഒരു ഭർത്താവും ഭാര്യയും അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട സമയം എപ്പോഴാണ്? ഒന്ന്, രോഗിയായിരിക്കുന്ന സമയത്താണ്. ഭാര്യയുടെ പരിചരണം ഭർത്താവിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട 2 സന്ദർഭങ്ങൾ. ഒന്ന്, ഭർത്താവ് രോഗിയാകുമ്പോഴാണ്. ഭർത്താവ് രോഗിയാകുമ്പോ നമ്മൾ വെട്ടിയും പ്രമാണം എടുത്ത് വീട്ടിൽ പോകും. മച്ചാ കുറഞ്ഞിട്ട് വിളിക്കണേ, നമ്പർ അസ്സലാമു അലൈക്കും, ഇത് പുതിയ സിം എയർടെൽ. അങ്ങനെ പോയാ പോരാ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രാരം ചെല്ലുന്ന സമയം, വൃദ്ധനാകുന്ന സമയം,
കിളവനായി. ചില ഭർത്താക്കന്മാരെ ഭാര്യമാരെ വിളിക്കണം എന്താ അറിയോ? ഉസ്താദേ മൂപ്പരാൻസ് ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നു. എന്തുകൊണ്ടാ? ഒരു പല്ല് കുലുങ്ങുന്നത് കൊണ്ടാ, ഒരു മുടി നരച്ചത് കൊണ്ടാ. അങ്ങനെ എത്രയോ എത്രയോ സഹോദരിമാരെ സാധാരണ ഭർത്താവ് കല്യാണപ്രായം ആകുമ്പോൾ ഭർത്താവിന് ഒരു 28 വയസ്സും പെണ്ണിന് 18 വയസ്സും ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ കല്യാണം നടത്തുക. പെണ്ണിന് ചിലപ്പോൾ 14 ഭർത്താവിന് 30 വയസ്സുള്ളപ്പോഴും ചിലപ്പോൾ കല്യാണം നടക്കും. ഇങ്ങനെ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഭർത്താവിന്റെ പല്ലൊക്കെ പോയി മുടിയൊക്കെ നരച്ച് നെഞ്ചൊക്കെ കുഴിഞ്ഞ് ഇങ്ങനെ വല്ല കണ്ണക്കകത്തായി ഇങ്ങനെ ഇരിക്കുമ്പോൾ പാവപ്പെട്ട താത്ത നല്ല ചുറുചുറുക്ക് പ്രായം 28 ആയോളൂ. അന്നേരം താത്ത പറയും, ഈ കിളവ ഇത് എവിടെ നിന്നറിയാറില്ല, പടച്ചോ എന്റെ വാപ്പ എന്റെ വണ്ട കെട്ടി വെച്ചതാ റഹ്മാനെ. നാട് നീങ്ങിയെങ്കിൽ അടുത്തതൊന്ന് കെട്ടാമെന്ന് വരെ കൊതിക്കുന്ന ഭാര്യമാരുണ്ട്. നിങ്ങൾ പറയും, ഓ ഉത്താതെ അങ്ങനെയൊന്നും പറയല്ലേ, നമ്മളെ ചിന്തിക്കൂല. ഉറപ്പായിട്ടും ചിന്തിക്കും, ഉറപ്പായിട്ടും ചിന്തിക്കും. ഇതെന്താ? സോപ്പിംഗ് അല്ല കുടുംബജീവിതം, സോപ്പിംഗ് അല്ല കുടുംബജീവിതം. കാണുമ്പോ ഇങ്ങനെ കണ്ട സ്നേഹം അതല്ല. ഭർത്താവിനോട് ആത്മാർത്ഥ സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ, ആത്മാർത്ഥ സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ കൂടെ കിടത്തണം, കൂടെ കിടത്തണം ഭർത്താവിനെ. ഭർത്താവിന് എപ്പോഴും ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത ഒരു കാലത്തും കൊടുക്കാൻ പാടില്ല, ഒരു സമയത്തും കൊടുക്കാൻ പാടില്ല. ആ ഭർത്താവിനോടുള്ള സ്നേഹം അതേപോലെ കാത്തു സൂക്ഷിക്കണം എന്റെ സഹോദരിമാർ. 20 കൊല്ലത്തേക്കല്ല കുടുംബജീവിതം, 30 കൊല്ലത്തേക്കല്ല കുടുംബം. നീ മരിക്കുന്നത് വരെയാ, നിന്റെ റൂഹ് പിരിയുന്ന സമയം വരെയാണ്. ഈ കുടുംബജീവിതത്തിന് അള്ളാഹു സ്വർഗത്തിൽ തന്നെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് തിരിച്ചു തരുമല്ലോ. കൊള്ളാം ഉസ്താദേ, നിങ്ങൾ ഇത്രയും ദിവസം പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. അള്ളാഹ് എവളെ തന്നെ വീണ്ടും എനിക്ക് സ്വർഗത്തിൽ തരുമെന്ന് പറയുന്നത് മാത്രം പടച്ചവനാണ്. തന്ന പൈസ തിരിച്ചേരി, ഞാൻ പോകണം. അസ്സലാമു അലൈക്കും. കാരണം എന്താ? ഇവിടെ തന്നെ ഒരു പരുവത്തിനാ കൊണ്ടുപോകണം ഉസ്താദ്. അവിടെ ഇത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ പാടാ. പക്ഷെ അവിടെ കിട്ടണ ഇതേപോലെ അല്ല കേട്ടോ, ഇതേപോലെ ശിവാക്കേരെ പൊടിയിട്ട് തേക്കണമല്ല. അവിടെ ഇതേപോലെ മുഖമല്ല, അവിടെ ഇതേപോലത്തെ ഭംഗിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിത്യ യൗവനം, വയസ്സാവൂല, പ്രായമാവൂല. 2 മണിക്കൂർ സീരിയൽ കണ്ടുകൊണ്ട് ഒരുമിച്ചിരുന്ന നടുവേദന എടുക്കുന്ന താത്തമാരല്ല സ്വർഗത്തിലുള്ളത്. സ്വർഗത്തിലുള്ളത് എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാ സ്വർഗത്തിൽ പോലും ദുനിയാവിന്റെ കുടുംബജീവിതത്തിന്റെ പരിഗണന അള്ളാഹു പരിരക്ഷിക്കുമെങ്കിൽ അത് നിസാരമായിട്ട് 2-3 കൊല്ലത്തേക്കോ 40-50 വയസ്സുവരെ ജീവിക്കാനോ വേണ്ടി മാത്രമല്ല, മരിക്കുന്നത് വരെ ഭാര്യയും ഭർത്താവുമായിരിക്കണം. രോഗിയായാൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കാൻ ജോലിക്കാളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന സഹോദരിമാരുണ്ട്. പണം കൂടിയ സ്ഥലത്തൊക്കെ എങ്ങനെയാണ്? പൈസ കൂടിയ കുടുംബക്കാരൊക്കെ എങ്ങനെയാണ്? ഭർത്താവിന് രോഗിയായി കഴിഞ്ഞാൽ സർവന്റിനെ വെക്കുകയാണ്. ഭർത്താവിന്റെ മലമൂത്ര വിസർജന ശുദ്ധീകരണത്തിന് പ്രസ് കഴുകി കൊടുക്കാൻ, ഭർത്താവിന് മുഖം മിനുക്കി കൊടുക്കാൻ, ഭർത്താവിന്റെ മുടി ചീകി കൊടുക്കാൻ പണം കൊടുത്തിട്ട് ആളെ ഏൽപ്പിക്കുന്ന പെണ്ണേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വ്രണം കൊണ്ട് നിറഞ്ഞ ശരീരത്തിന്റെ ആ ഭാഗത്ത് നിന്ന് പൊട്ടിയൊരുക്കുന്ന ചീഞ്ചലം പോലും തുടച്ചു മാറ്റി പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിന് മാരകമായ രോഗം പിടിച്ചിട്ടോ ആ ശരീരത്തിലൂടെ വ്രണം വന്നിട്ട് പൊട്ടിയൊടുകിയ ആ ചീഞ്ചലം നിന്റെ നാവ് കൊണ്ട് നക്കിയെടുത്താൽ ആ ഭർത്താവിനോടുള്ള കടമോ പരിപൂർണമായി പാലിച്ചിട്ടില്ല പെണ്ണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ എന്റെ സഹോദരിമാര് ഗൗരവത്തോടെ ആലോചിച്ചോ. സുഖമില്ലാതാകുമ്പോ ഒറ്റപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ ഭർത്താവിന് പ്രാണമേറെ ആറിപ്പോയെന്ന് പറഞ്ഞ് അവഗണിക്കല്ല പെണ്ണേ, ആട്ടിയോടിക്കല്ല പെണ്ണേ. ആ ഭർത്താവിന്റെ വാർദ്ധക്യത്തിലും യൗവനം നിലനിർത്താനുള്ള സ്നേഹവും പരിചരണവും നിന്റെ നാവിൽ നിന്നോ, നിന്റെ കയ്യിൽ നിന്ന്, നിന്റെ മുഖത്തിൽ നിന്ന്, നിന്റെ പുഞ്ചിരിയിൽ നിന്ന് ആ ഭർത്താവിന് നീ കൊടുക്കണേ. എന്റെ മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട ഉപ്പമാർക്ക്, ആ ഉപ്പമാർക്ക് മക്കളില്ലല്ലോ സഹായിക്കാൻ. എവിടെ പോരാലും കളിയാക്കലല്ലേ, വയസ്സായവരെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കലല്ലേ. ഉപ്പാപ്പ ഒന്ന് ചുമച്ചാൽ അടുത്തു മാറിയിരുന്ന ചെറുപ്പക്കാര് പരിഹസിക്കില്ലേ, ഉമ്മമ്മ ഒന്ന് ചുമച്ചാൽ അടുത്തു മാറിയിരുന്ന സഹോദരിമാര് കളിയാക്കില്ലേ. അങ്ങനെ ആയിരക്കണക്കിന് അപകർഷാബോധങ്ങളുടെ മനസ്സിന്റെ അകത്ത് പിടിച്ചു കൊടുക്കുന്ന ആ പ്രായത്തിൽ വീട്ടിന്റെ അകത്തുള്ളത്തിലേക്ക് വരുമ്പോ മക്കള് പോലും തഴഞ്ഞാ, ചെറുമക്കള് പോലും ചവിട്ടി തേച്ചാ
പ്രിയതമന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നമ്മൾ ഇന്നും പഴയ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഒരുമ്മ പറഞ്ഞാൽ ആ പിതാവിന് എന്തുമാത്രം സന്തോഷമുണ്ടാകുമെന്നറിയോ? മക്കള് പോണെങ്കിൽ പോട്ടെ, ചെറുമക്കള് പോണെങ്കിൽ പോട്ടെ, കുടുംബക്കാര് വെറുക്കുന്നെങ്കിൽ വെറുക്കട്ടെ, എനിക്ക് നീയുണ്ടല്ലോ എന്ന അവസാന ഘട്ടത്തിൽ പോലും ഒന്ന് സന്തോഷിക്കാറുള്ള സമയമുണ്ടല്ലോ. അതെങ്ങനെ? ഇന്ന് ഉമ്മാമാക്ക് ഉപ്പാപ്പായ വരെ സംശയമാ. എവിടെ പോയിരുന്ന് മനുഷ്യ നല്ലതുപോലെ നാവ് പൊങ്ങൂലെങ്കിലും സംശയത്തിന് ഒരു കുറവും അല്ല വേണ്ടിച്ചിട്ടില്ല. പിന്നെ സംശയം വയസ്സാം കാലത്ത് അടിയാ വീട്ടിനകത്ത്. ചെറുപ്പക്കാരായ ഭാര്യയും അവരുടെ മക്കളും മരുമക്കളും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതൊന്നുമല്ല, ഉമ്മാമായും ഉപ്പാപ്പായും തമ്മിൽ ഉടക്ക്. പാത്രം എടുത്തെറിയുന്നു, നിങ്ങൾ അവളെ കണ്ടില്ലേ, എവിടെ പോയില്ല, ഞാൻ കണ്ട അപ്പറത്താ കുലസാമ്പി, എനിക്കറിയാം. ഇങ്ങനെ അടിയ നിരന്തരം. എന്തിനാ നമ്മൾ ഇങ്ങനെ ആയിപ്പോയി? ഈ വാർദ്ധക്യത്തിന്റെ സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഈ സംശയം വെച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ഉമ്മാമാരെ വലിയ കുഴപ്പമാ, ഉപ്പാപ്പാരെ പറയണ ഒരു കണക്കില്ല. നിങ്ങൾ പറയും അപ്പൊ ഉപ്പാപ്പാരെല്ലാം വലിയ അങ്ങ് സ്വർഗത്തിലാണ്, നമ്മൾ മാത്രം ഉസ്താദ് ഇന്നലെയും പറഞ്ഞു നമുക്ക് പണി, ഇന്നും പറഞ്ഞു നമുക്ക് പണി. അതല്ല, വേദന കൊണ്ട് പറയാണ്. വീട്ടിലേക്ക് വരുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരെ അങ്ങനെ ഒരു സംശയത്തോടെ തള്ളിയിടുമ്പോ അത് മനസ്സിനൊരു പ്രയാസം ഉണ്ടാക്കി കൊടുക്കാറില്ലേ നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർക്ക്? അവർക്ക് സഹിക്കാൻ പറ്റുമോ? എവിടെ പോയാലും അവഗണന, വീട്ടിനകത്ത് വന്നാലും അവഗണന. അത് പാടില്ല. വീട്ടിനകത്ത് എന്നും 20ാമത്തെ വയസ്സിൽ നിങ്ങൾ പരിഗണിച്ച പോലെ ആ പരിഗണന 100ാമത്തെ വയസ്സിലും കൊടുക്കണം. എങ്കിലേ ആ കുടുംബജീവിതത്തിന്റെ മാധുര്യം ഉണ്ടാവും. 7ാമത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പെണ്ണേ നിന്റെ ശരീരത്ത് അല്ലാഹു തന്ന രോമങ്ങളുണ്ടല്ലോ, രോമങ്ങളല്ല രോമകൂപങ്ങൾ, രോമം മുളച്ചു വരാനുള്ള ശരീരത്തിന്റെ എല്ലാ തുലിയുടെ ഭാഗവും അല്ലാഹു അളന്നെടുത്തിട്ട് ആ രോമത്തിന്റെ അത്രയും പ്രതിഫലം അല്ലാഹു നിനക്ക് തരും. എപ്പോഴെന്നറിയുമോ? ഭർത്താവിന്റെ പൊരുത്തത്തോടെ നീ പ്രസവിച്ചാൽ. ഭർത്താവിന്റെ പൊരുത്തത്തോടെ വേണം പ്രസവിക്കാൻ. വേദന വരുമ്പോ, പ്രയാസം വരുമ്പോ ഭർത്താക്കന്മാരെ ശപിക്കാൻ പാടില്ല. നിങ്ങളുടെ ഒരൊറ്റ പരിപാടി മെയിൻ അതാ. അന്നേരം ദിക്റുകളിന് പകരം മച്ചവാരെ ചീത്ത വിളിക്കാൻ പാടില്ല, പാടില്ല. പെണ്ണിന് അള്ള കൊടുത്തത് പെണ്ണിന്, ആണിന് അള്ള കൊടുത്തത് ആണിന്. പ്രതിഫലവും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ ശപിച്ചിട്ട് കാര്യമില്ല, ശാപം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ സഹോദരിമാരെ, നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. പൊരുത്തത്തോടു കൂടി വേണം പ്രസവിക്കാൻ. ഭർത്താവ് പുറത്ത് ഹോസ്പിറ്റലിന് പുറത്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് അല്ലേ? കൂട്ടുകാരുണ്ടാവും, കുഴപ്പമില്ല. എന്നതാണ് കൂട്ടിരിക്കാൻ പോകുമ്പോൾ അൽഹംദുലില്ലാ കുറെ കൂട്ടുകാരുണ്ടാവും. അവർക്ക് പാർട്ടി നടത്തി അവന്റെ പൈസ തീരണം. അല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വൈഫിന് മരുന്ന് വാങ്ങിയിട്ടല്ല പൈസ തീരുക. അപ്പൊ അങ്ങനെ പോയി കൂട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് 100% വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ആ ഭർത്താവിനെ വേദനിപ്പിക്കാത്ത രീതിയിലായിരിക്കണം നീ പ്രസവിക്കാനുള്ളതെങ്കിൽ നിന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപത്തിന്റെ അളവനുസരിച്ച് പ്രതിഫലം നിനക്ക് കിട്ടും. ആണുക്കളൊക്കെ മണ്ടന്മാരായി എന്ത് പ്രതിഫലമാണ് എന്റെ സഹോദരിമാർക്ക് അല്ലാഹു കൊടുക്കുക? സാരമല്ല, നിസാരമല്ല. വാപ്പരെയും ഉമ്മരെയും എടുത്തു വെച്ചാൽ ഉമ്മയ്ക്കാണ് വാപ്പയേക്കാൾ 3 പദവി കൂടുതൽ. സ്വർഗത്തിൽ ഏറ്റവും അധികം എളുപ്പത്തിൽ കടന്നു പോകുന്നതാരാ? അതും സ്ത്രീകളാണ്. ഏറ്റവും എളുപ്പവഴി സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു ഒരു വിഭാഗത്തിന് ഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെണ്ണിന് മാത്രമാണ്. പക്ഷേ അതുപോലും എന്റെ സഹോദരിമാരെ നഷ്ടപ്പെടുത്തിയില്ലേ? കോഴിക്കോട് ജില്ലയിലെ ഉമ്മ ഇന്നലെ പറഞ്ഞതുപോലെ മതവും മതത്തിന്റെ ചട്ടക്കൂടും നമുക്ക് വേണ്ട. എനിക്കെന്റെ മോളാണ് വലുതെന്ന് പറയുന്ന ഉമ്മമാരായി മാറിപ്പോയി നമ്മള്. ആൽബത്തിൽ അഭിനയിക്കാൻ മക്കളെ പറഞ്ഞു വിടുന്ന ഉമ്മമാരായി അതപ്പതിച്ചു പോയി നമ്മള്. ഭരതനാട്യത്തിന് പൊന്നുമക്കളെ ഒരുക്കുന്ന ഉമ്മമാരായി അതപ്പതിച്ചു പോയി നമ്മള്. ഉത്സവപ്പറമ്പിൽ മിമിക്സ് പരേഡ് കാണാൻ പോലെ ഉറക്കമൊഴിയുന്ന ഉമ്മമാരായി അതപ്പതിച്ചു പോയി നമ്മള്. എന്റെ പ്രിയമുള്ള ഉമ്മ, ഒരധപതനമല്ലേ നിന്നെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പടച്ചതമ്പുരാ വലിച്ചെറിയാ കാരണമാകുന്നത്. എന്തെളുപ്പമാണ് പെണ്ണേ നിനക്ക് സ്വർഗത്തിലെത്താ, എന്തെളുപ്പമാണ് പെണ്ണേ നിനക്ക് സ്വർഗത്തിലെത്താ. ഇതോ സുന്നത്തിൽ മർഅതു ഖംസഹാ വസാഫത്ത് സഹറഹാ വഹസനത്ത് ഫർജഹാ വഅതാഅത്ത് സൗജഹാ വദഖലത്ത് ജന്നത റബ്ബിഹാ. ഒരു നാല് കാര്യം മാത്രം നീ ശ്രദ്ധിച്ചാ നിനക്ക് സ്വർഗത്തിൽ കടന്നുപോയി, നിനക്ക് സ്വർഗം കിട്ടിപ്പോയെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാ. അതിലൊന്നെന്താ? ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ,
ഒരു പെണ്ണ് 5 നേരം കൃത്യമായി നിസ്കരിച്ച വസാമത്ത് ശഹ്റാ, റമളാൻ മാസം നോമ്പ് പിടിച്ച വഹസുനത്ത് ഫർജഹാ, അവളുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിച്ച ഭർത്താവിന് മാത്രം അർഹതപ്പെട്ടത്, ആ ഭർത്താവിന് മാത്രം കൊടുക്കുന്ന ശരീരത്തിന്റെ തലയുടെ ഒരു രൂപം പോലും അന്യപുരുഷന്മാരുടെ മുന്നിൽ തുറന്നിടാറ് ഭർത്താവിന് അർഹതപ്പെട്ടത് ഭർത്താവിന് മാത്രം കൊടുക്കുന്ന വളരെ അനുസരണയുള്ള തഖ്വയുള്ള ഒരു പെണ്ണാണെങ്കിൽ പെണ്ണേ വാതാഅത്ത് സൗജഹാ, നിന്റെ ഭർത്താവിന് നീ വഴിപ്പെട്ട ഹോസ്പിറ്റലിന്റെ അകത്താണെങ്കിലും പൊട്ടിക്കരയുമ്പോഴാണെങ്കിലും തളർന്നു പോരാളാണെങ്കിലും നോക്കാതെ സഹായിക്കാതെ സഹകരിക്കോ ആ ഭർത്താവിന് അനുസരണയുള്ള ഭാര്യയായിട്ട് നീ വന്ന ദഖലത്ത് ജന്നത റബ്ബിഹാ, നിന്റെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നിനക്ക് കടക്കാം പെണ്ണേ. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ സഹോദരിമാര് ഗൗരവത്തോടെ ചിന്തിച്ചോ. ഗർഭവതിയാകുമ്പോൾ ഗർഭത്തിന്റെ ഓരോ സമയങ്ങളിലും നിങ്ങൾ ആ ഭർത്താവുമായി പിണങ്ങല്ലേ, ആ ഭർത്താവിനെ ശപിക്കല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വലിയ പർവ്വത സമാനമായ ഒരു പ്രതിഫലമാണ്. ഭർത്താവ് ഗർഭം ചുമന്നതിന്റെ അന്ന് മുതൽ ഭർത്താവിനെ 100% നീ സന്തോഷിപ്പിച്ചോ. പ്രസവിക്കുന്ന സമയത്ത് പോലും ആ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ 100% പൊരുത്തത്തോടെയാണ് നീ പ്രസവിക്കുന്നതെങ്കിലോ നിന്റെ തലമുടിയില്ലേ, നിന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളില്ലേ, അതിനനുസരിച്ച പ്രതിഫലം നിനക്ക് അല്ലാഹു തരുന്നതാണ് പെണ്ണേ. പടച്ചതമ്പുരാൻ തരുന്നതാണ്. അല്ലാഹു അങ്ങനെ പ്രതിഫലം വാങ്ങുന്ന സഹോദരിമാരിൽ നമ്മുടെ ഈ ഇരിക്കുന്ന സഹോദരിമാരെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സാരമായ പ്രതിഫലമല്ല, വലിയൊരു നേട്ടമാണ് ഇതിൽ കിട്ടാത്തത്. 8ാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു 1000 രക്തസാക്ഷികളുടെ പ്രതിഫലം നിനക്ക് കിട്ടും. സഹോദരിക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് പറയുന്നത്. 1000 രക്തസാക്ഷി. ഒരു രക്തസാക്ഷി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഖാലിദ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, എല്ലാ സമയത്തും എന്നെ രക്തസാക്ഷിയാക്കണേ അല്ലാഹ്. ആ പ്രതിഫലത്തിന്റെ മഹത്വം ആലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ചുഗന്ധേ ചുഗന്ധേ ഉബൈദത്തെ എടുത്തത് അമ്മാർ ചൊരിന്ത് വരും വഴി തൊഴുകൈതമ്മാ നികരേറ്റവർ യാസി ഹബീബുല്ലാന്റെ ദേശത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ. ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളോ ഇസ്ലാമിന്റെ ശത്രുക്കൾ വെട്ടിയെറിഞ്ഞപ്പോ സഹാബികൾ താങ്ങിയെടുത്തു കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തിയപ്പോ പൊട്ടിക്കരന്നുകൊണ്ട് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ കൈ പോയി നബിയേ, എന്റെ കാല് പോയി നബിയേ. രണാകടത്തിൽ കിടന്നുകൊണ്ട് മരണപ്പെടാ ഷഹീദിന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന പച്ചപ്പറവയെ പോലെ പറക്കാ കൊതിയോട് ആഗ്രഹിച്ചിരുന്ന എന്നെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ കിടത്തി പോരെങ്കിലോ ഷഹീദിന്റെ കൂലി എനിക്ക് കിട്ടുമോ നബിയേ? പഞ്ചം ബദർ പൂജനക്കി ഉമ്മീ ചെഞ്ചൽ ഫലൂനുറ്റ് ഷഹീദാകും നീ ശ്രവിച്ചു ബൈദത്തോ ശൈറുണ്ടും ഈ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉബൈദത്ത് നീ എവിടെ കിടന്ന് മരിച്ചോ ഇനി ഷഹീദാണ് ഉബൈദത്ത് എന്ന് പറഞ്ഞപ്പോഴാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് കിടന്നുകൊണ്ട് ഷഹീദാണ് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയതെങ്കിൽ അത് ഒരു ഷഹീദാണ് പെണ്ണേ. നിനക്കൊരായിരം ഷഹീദിന്റെ കൂലി, 1000 ഉബൈദത്തിന്റെ കൂലി, 1000 ഹംസത്തിന്റെ കൂലി, 1000 സഅദിന്റെ കൂലി പെണ്ണേ നിനക്ക് അല്ലാഹു തരാമെന്ന് പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയോ? ഭർത്താവിന്റെ പൊരുത്തത്തോടെ തൃപ്തിയോടെ 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ നിന്റെ കുഞ്ഞിന് നീ മുലപ്പാല് കൊടുത്തോ. ഹൗലൈനി കാമിലൈ ഹമൽതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അഷ്കുർ ലീ വലിവാലിദൈ.
ഓ ഉമ്മയോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ, 2 വർഷം പൂർണ്ണമായിട്ട് നിന്റെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കടേ. സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട്, ഗ്ലാമർ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിട്ട് ബേബി ഫുഡ് വാങ്ങി കുഞ്ഞിന്റെ വാക്യകത്ത് നിറച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മ, ലോകത്തെ ഏറ്റവും വലിയ കുഞ്ഞിനുള്ള മരുന്ന് ഏതെന്നറിയോ? ഈ പരിസരത്ത് ഏതെങ്കിലും ഡോക്ടർമാർ എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിലോ അവരോട് ഞാൻ ചോദിക്കുകയാ, ഒരു മനുഷ്യ ശരീരത്തിന് കിട്ടുന്ന ലോകത്തെ ഏറ്റവും വലിയ മരുന്ന് ഏതെന്നറിയോ? അത് ഉമ്മാന്റെ മാരടത്തിൽ നിന്ന് ചുരത്തി വരുന്ന മുലപ്പാലാണ് പെണ്ണേ. സച്ചിന്റെ കയ്യിലിരിക്കുന്നത് കഴിക്കാ, ദ്രാവിഡിന്റെ കയ്യിലിരിക്കുന്നത് കഴിക്കാ, ധോണിയുടെ കയ്യിലിരിക്കുന്നത് കഴിക്കാ. എന്നിട്ട് നിന്റെ പൊന്നോമന മക്കള് അതേപോലെ ബസ്സിലുള്ളവരാക്കി മാറ്റാ പരിശ്രമിക്കുന്ന ഉമ്മ. 2 വർഷം പൂർണ്ണമായിട്ടോ മുലപ്പാല് കൊടുത്ത് മാരകമായ രോഗങ്ങൾ വരെ ആ കുഞ്ഞിന്റെ അടുത്ത് വരില്ലോ എന്ന് ശാസ്ത്രലോകം പഠിപ്പിക്കുമ്പോ എന്തുകൊണ്ടാ ഈ മുസ്ലിം പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ ആരിപ്പോയതെന്താ? ഒരു പ്രസവം നടന്നാൽ നിന്റെ ഗ്ലാമർ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് ഇനി ആർക്കാണ് പെണ്ണെ നീ ഒരുങ്ങുന്നത്? ഇനി ആരെ കാണിക്കാനാണ് നീ വെളുക്കുന്നത്? ഇനി ആരെ കാണിക്കാനാണ് നിന്റെ ചുണ്ടിന്റെ ചുമപ്പ് നീ വർദ്ധിപ്പിക്കുന്നത്? ഇനി ആർക്കാണ് നിന്റെ മുഖത്തിന്റെ പ്രസരിപ്പ്? നീ പ്രസവിച്ചവളാണെന്ന് നിന്റെ ഭാര്യക്കറിയ, ഭർത്താവിനറിയാം. ആ ഭർത്താവാണ് പെണ്ണെ നിന്റെ സൗന്ദര്യം അനുഭവിക്കേണ്ടവള്. അതുകൊണ്ട് തന്നെ അന്യപുരുഷന്മാർക്ക് ശരീരം കൊടുക്കാ, അവർക്ക് മുന്നിൽ ചിരിച്ചു കാണിക്കോ, അവർക്ക് മുന്നിൽ തൊലിവെളുപ്പ് കാണിക്കോ. റോഡിലൂടെ ഇറങ്ങി നടന്നു പോകുമ്പോ നീ എന്തേ ഇങ്ങനെ കറുത്തുപോയെന്ന് ആരും ചോദിക്കാതിരിക്കാ. മുലപ്പാല് കൂടി കുഞ്ഞുമക്കളെ നിർത്തല്ല ഉമ്മ. 2 വയസ്സുവരെയെങ്കിലും നിർബന്ധമാരും കൊടുക്കണേ ഉമ്മ. അതിനൊക്കെ പണ്ടുള്ള ഉമ്മമാര് നടന്നു കുടിച്ചിട്ടുണ്ട് മക്കൾ. 5 വയസ്സിലൊക്കെ ഓടി നടന്ന് തരി ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മ അങ്ങോട്ട് വരും, മക്കൾ കുടിക്കും. 5 വയസ്സിൽ 6 വയസ്സിലും കുടിച്ചിട്ടുണ്ട്. എവിടെ വെച്ചും കുടിച്ചിട്ട്. ഇന്നുള്ള ദാത്തമാരെന്താ, പ്രസവം കഴിഞ്ഞാൽ അതൊരു വലിയ അരോചകമായിട്ടാണ് കാണാം. എന്ത് വലിയ പുണ്യകർമ്മമെന്നറിയോ? 1000 ഷഹീദിന്റെ കൂലിയാ, 1000 ഷഹീദിന്റെ കൂലി. ഇനിയെങ്കിലും വിവാഹിതരാകാൻ പോകുന്ന സഹോദരിമാർ അടിവരയിട്ട് പഠിച്ചോ, അടിവരയിട്ട് പഠിച്ചോ. എന്റെ പൊന്നുമോൻ ആരാണ്, ആണാണോ പെണ്ണാണോ, ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഞാനത് കൃത്യതയോടെ ചെയ്തിരിക്കും. അത് നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വമാണ്, അത് നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വമാണ്. 9ാമത് അല്ലാഹുവിന്റെ റസൂൽ പെണ്ണിനോട് പറയുന്നു, റുക്കൂം സുജൂദും ഒഴികെ ആരാധനയുടെ ഭാഗം പോലും ഭർത്താവിന്റെ മുന്നിൽ ചെയ്യാമെന്നാണ്. റുക്കൂ സുജൂദും വേണ്ട, ബാക്കി ഭർത്താവിന്റെ മുന്നിൽ ഏത് രീതിയിൽ വണങ്ങേണ്ടി വന്നാലും വണങ്ങാം. സുജൂദ് അങ്ങനെ ആർക്ക് മുന്നിലും ചെയ്യാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ സുജൂദ് ചെയ്യണമായിരുന്നെങ്കിൽ ഭർത്താവിന് മുന്നിൽ ഭാര്യ പോയി സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. പക്ഷെ മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഒരാൾക്കും നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. സയ്യിദ് ഹൈദ്രോസ് പോയ തങ്ങളുപ്പാന്റെ മുമ്പില് മറ്റന്നാള് നിങ്ങൾ സിയാറത്തിന് വന്നാൽ വേദനയോടെ എന്റെ സഹോദരിമാരോട് ഞാൻ പറയാ, സുജൂദ് ചെയ്യല്ല പെണ്ണേ. ഈ മഖാമിന് മുന്നിൽ നിങ്ങൾ ഒരാൾ പോലും സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. 10ാമത് ഹബീബായ പ്രവാചകർ പറയുന്നു, പെണ്ണേ നീ എപ്പോ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുവോ അപ്പോഴല്ല അള്ളാന്റെ അനുഗ്രഹം നിനക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോ നിന്റെ ഭർത്താവിനെ വെറുക്കുന്നുവോ അപ്പോഴല്ല പടച്ചോന്റെ ശാപം നിനക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. 2 കാര്യങ്ങൾ. എപ്പോ നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം, നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോ നീ നിന്റെ ഭർത്താവിനെ വെറുക്കുന്നുവോ അപ്പോഴെല്ലാം പടച്ചോന്റെ ശാപം നിനക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഈ 2 കാര്യം വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിന്റെ ഇടയിലുള്ള ഇണക്കവും പിണക്കവും വരുമ്പോ ഈ സന്ദർഭത്തിൽ നാം ഗൗരവത്തോടെ അത് ചിന്തിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോ ഭാര്യ മക്കൾക്ക് മുല കൊടുക്കുന്നത് 2 വയസ്സുവരെ പൂർണ്ണമായിട്ടത് ചെയ്താൽ
നിനക്കെന്തുണ്ട്? 1000 ഷഹീദിന്റെ കൂലിയുണ്ട്. നിന്റെ ഭർത്താവിന് മുന്നിലാണ് അള്ളാഹു പറയുന്നു, സുജൂദ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ, ഒരാളെങ്കിലും മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഭർത്താവിന് മുന്നേ സുജൂദ് ചെയ്യാൻ നിന്നോട് പറയുമായിരുന്നു. പിന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭർത്താവിനെ നീ എപ്പോഴൊക്കെ സ്നേഹിക്കുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം വരും. ഭർത്താവിനെ നീ എപ്പോഴെല്ലാം വെറുക്കുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ ആ ഒരു ശാപവും നിനക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. പിന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 10 നന്മ നിനക്ക് കിട്ടും, 70 തിന്മ അള്ളാഹു മായ്ച്ചു കളയും. എപ്പോഴാണെന്നറിയാം? ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ. ഇന്നലെ നാം ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, ഇക്കളാക്കി കൊടുക്കലല്ല. ഭാര്യമാരെന്ത് ചെയ്യുക? ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. എങ്ങനെ സന്തോഷിപ്പിക്കുക? എങ്ങനെ സന്തോഷിപ്പിക്കുക? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും പരസ്പരം പിണങ്ങിയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖമുണ്ടല്ലോ, ആ പിണക്കമൊന്ന് ഗൗരവത്തോടെ പ്രകടിപ്പിച്ചപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തളർന്നുപോയി, അവശയായി പോയി. എന്തു ചെയ്യും റബ്ബേ? ഒരുപാട് പരിശ്രമിച്ചു നോക്കി, അലിയാരിതങ്ങൾ ഇണങ്ങുന്നില്ല. ഒരുപാട് പരിശ്രമിച്ച് വട്ടം കറങ്ങി കളിയും ചിരിയൊക്കെ നടത്തി നോക്കി, അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചിരിക്കുന്നില്ല. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളെ മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് ആ കണ്ണുകളിൽ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു അറിയാതെ ചിരിച്ചുപോയി. പിണങ്ങിയിരിക്കുന്ന ഭർത്താക്കന്മാരെ ഇണക്കാൻ 1-2 കാര്യങ്ങളുണ്ട്. എന്താന്ന് പറഞ്ഞിരട്ടെ. പിണക്ക് ഇന്ന് മാറും. ഭർത്താവ് പിണങ്ങിയിരുന്നാൽ ആ പിണക്കം മാറ്റാനും, ഭാര്യ പിണങ്ങിയിരുന്നാൽ പിണക്കം മാറ്റാനും 1-2 അടവുകളുണ്ട്. പറഞ്ഞുതരട്ടെ. അതുകൂടി പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ കടത്തിവിട്ടതുകൊണ്ട് വേണ്ട. അത്ര മതി. അതറിയാൻ ആവേശമുണ്ടല്ലേ? അതറിയണമെന്ന് താല്പര്യമുണ്ട്. അത് കാരണം പിണക്കം ഇന്ന് എല്ലായിടത്തും ഉള്ളതാണ്. പിണക്കം ഇന്ന് എല്ലാ ഭാഗത്തും ഉള്ളതാണ്. പിണങ്ങിയിരിക്കുന്ന ഭാര്യയെയും പിണങ്ങിയിരിക്കുന്ന ഭർത്താവിനെയും കൊണ്ടുവരാനുള്ള പരിപാടിയുണ്ട്. ഇണക്കത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി. അവസാനം വരുന്ന ആ മരുന്ന് ഏറ്റില്ലെങ്കിൽ അസ്സലാമു അലൈക്കും തന്നെ. ആ മരുന്ന് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് ഞാൻ പറയാൻ, ആ മരുന്ന് നാളെ ഞാൻ ഇവിടുന്ന് ദുആയ്ക്ക് മുമ്പ് ഇവിടുന്ന് പിരിയുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടേ പോവുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറയാ, ഭർത്താവിനെ നീ എപ്പോ സന്തോഷിപ്പിക്കുന്നുവോ, നീ കാരണമാറി ഭർത്താവ് ഇപ്പൊ ചിരിക്കുന്നുവോ, ആ സമയത്ത് നിനക്ക് 10 നന്മകളെ അള്ളാഹു എഴുതുന്നതാ, 70 തിന്മകളെ അള്ളാഹു മായ്ക്കുന്നതാണ്. ഒരു പ്രാവശ്യം ഭർത്താവിനെ ചിരിപ്പിച്ചാൽ 10 നന്മ ചെയ്ത പ്രതിഫലം 70 തിന്മ നിന്നെന്ന് അള്ളാഹു മാറ്റിക്കളയുകയാണ്. മറ്റൊരു പ്രാവശ്യം വീണ്ടും നിന്റെ ഭർത്താവിനെ നീ ചിരിപ്പിച്ചാൽ, സന്തോഷിപ്പിച്ചാൽ അതിന് നിനക്ക് വീണ്ടും വീണ്ടും പ്രതിഫലം ഇങ്ങനെ കിട്ടുകയാണ്. എന്തോരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂല് 12ാമതായി പഠിപ്പിക്കുകയാണ്, പെണ്ണെ നീ എപ്പ മരണപ്പെട്ടാലും, നീ എന്ന് മരണപ്പെട്ടാലും ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി മാത്രമേ മരിക്കാവൂ പെങ്ങളെ. ഭർത്താവിന്റെ പൊരുത്തത്തിൽ മരിക്കണം. ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുമ്പോ അള്ളാഹു നിങ്ങളെ മരിപ്പിക്കട്ടെ. ഒറ്റെണ്ണ ആമീൻ പറയില്ല. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ മരിക്കണം താത്തമാരെ, നല്ലതാ അത്. എന്താണെന്നറിയോ? ശരി, ഭർത്താവാണ് ആദ്യം മരിച്ചത്, ഞാൻ സമ്മതിച്ചു. ഭർത്താവ് ആദ്യം മരിച്ചു, നിങ്ങൾ രണ്ടാമത് മരിക്കാം. നിങ്ങൾ രണ്ടാമത് മരിക്കുമ്പോൾ ഭർത്താവില്ല. നിങ്ങളുടെ മരണത്തിൽ ഏറ്റവും അധികം ഓടി നടന്ന് നിങ്ങൾ അടക്കം ചെയ്യാൻ പരിശ്രമിക്കുന്നത് ആരായിരിക്കും? ഭർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിരിക്കും. ഒരു വീഴ്ചയും അതിലയാൾ വരുത്തില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെടുന്ന സമയം പറഞ്ഞത്, എനിക്ക് ഏറ്റവും അധികം സന്തോഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞാൻ മരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താ? എനിക്ക് നിങ്ങളുണ്ടല്ലോ. ഓതാനും ദിക്റ് ചൊല്ലാനും പ്രാർത്ഥിക്കാനും എനിക്ക് നിങ്ങളുണ്ടല്ലോ. ആ ഒരു സന്തോഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രകടമാക്കിയെങ്കിൽ, എന്റെ സഹോദരിമാരെ, അയ്യുമാ ഇംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്നാ, ഭർത്താവിന്റെ പൊരുത്തത്തോടെ പൂർണ്ണ തൃപ്തിയോടെ മരണപ്പെടുന്ന ഒരു ഭാര്യയുണ്ടോ? ദഖലത്തിൽ ജന്നാ, ഓ പെണ്ണിന് സ്വർഗമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ആ പെണ്ണിന് ഉറപ്പായിട്ടും സ്വർഗമുണ്ടത്രേ.
രംഗമാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് സ്വർഗം തരട്ടെ. പൂർണ്ണ തൃപ്തിയോടെ, ഭർത്താവിന്റെ പൂർണ്ണ തൃപ്തിയോടെ മരണപ്പെടാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ ആ പെണ്ണ് സ്വർഗാനിവാസിയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയാര് തങ്ങളോട് ചോദിച്ചില്ലേ, അലിയേ, ഞാനിതാ മണിക്കൂറുകൾക്കകം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ എന്റെ വിവാഹ ജീവിതത്തിൽ അന്നു മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും വന്നുപോയാ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദുആയിൽ വളരെ പ്രധാനപ്പെട്ടത്, ഇന്ന് ഈ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് പ്രിയപ്പെട്ട ഭാര്യയോട് നിങ്ങൾ പറഞ്ഞാൽ, പ്രിയപ്പെട്ട ഭർത്താവിനോട് നിങ്ങൾ പറഞ്ഞാ, ഇന്ന് വരെ കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ ഈ പ്രഭാഷണത്തിന്റെ ഈ രാത്രി വരെ ഞാനും നിങ്ങളും തമ്മിൽ ഉണ്ടായതല്ല, നമുക്ക് പരസ്പരം പൊരുത്തപ്പെടാ, നാളെ മുതൽ ഒരു സന്തോഷത്തിന്റെ പൂത്തിരിയുടെ പ്രകാശമുള്ള ജീവിതം നയിക്കാ എന്നൊരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാ, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ് പൊരുത്തപ്പെടിച്ചാ, ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി ഇന്ന് ഈ രാവിലുള്ള പ്രാർത്ഥനയുടെ പകുതി ഭാഗവും കുടുംബത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നതാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇന്ന് ചോദിക്കണം. ഗൾഫിലാണെങ്കിലോ ഇന്ന് വിളിക്കണമെങ്കിൽ ഇന്ന്, നാളെ വിളിക്കണമെങ്കിൽ നാളെ പറയണം, കാര്യം പറയണം. വാത് കേൾക്കാൻ പോയി, നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, എന്നെക്കുറിച്ച് പറഞ്ഞു, രണ്ടുപേർക്കും പരസ്പരം പൊരുത്തപ്പെട്ട് ഇനി നല്ലൊരു ജീവിതം നമുക്ക് നയിക്കണം, അള്ളാഹു ഭാഗ്യം തരട്ടെ എന്ന് പറഞ്ഞ് ഫോണിലൂടെ സംസാരിക്കണം. സൊസൈറ്റിയിൽ അടയ്ക്കുന്ന പൈസയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, അത് മാത്രം പറയാൻ നല്ല നാവാ, ബാക്കിയുള്ള ഈമാനികമായ ഒരു കാര്യം പറയില്ല, പറയണം. അങ്ങനെ പറയണം. അങ്ങനെ ഒരു പൊരുത്തത്തോടു കൂടി മാത്രമേ നീ മരിക്കാവൂ. പിന്നെ അള്ളാഹുവിന്റെ റസൂല് 13-ാമതായി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, പെണ്ണേ, നിന്റെ വാക്കും നിന്റെ നോക്കും, ഭർത്താവിനോടുള്ള നിന്റെ സംസാരം, അതുപോലെ ഭർത്താവിന്റെ മുഖത്തേക്കുള്ള നിന്റെ നോട്ടം, അത് രണ്ടുമുണ്ടല്ലോ, സ്നേഹം ഭർത്താവിനെ അധികരിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. ചില സഹോദരിമാരെ നോട്ടണ കണ്ടാൽ ഭർത്താവ് ഓട്ടം ഒളിച്ചോടി. എന്താ? കണ്ണുരുട്ടാൻ മിടിക്കുകളാത്തമാര്, കണ്ണുരുട്ടാൻ. ആ കണ്ണിനെ ഭർത്താവ് കാണുമ്പോ സ്നേഹം വരാൻ വേണ്ടിയിട്ട് രാത്രി എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂൽ സുറുമ ഇടാൻ പറഞ്ഞില്ലേ? അള്ളാഹ് സുറുമ അതൊന്നും അറിയില്ല. ബാക്കിയുള്ള ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇപ്പൊ കേൾക്കാം, മസല ചോദിക്കണത്. ക്യൂടെക്സിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ കേൾക്കാം. സുറുമ സുന്നത്തായ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിടാൻ, അതിടോ, കണ്ണിന് സൗന്ദര്യമുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ സുന്നത്തായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിനിടാൻ ഭാര്യയ്ക്കിടാൻ, രണ്ടുപേരുടെയും കണ്ണിന് അതുകൊണ്ട് സൗന്ദര്യമുണ്ടാവും. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ, കണ്ണ് അതൊരു മനോഹരമായ വസ്തുവാണ്. ഭർത്താവിന്റെ മുന്നിലേക്ക് ആ കണ്ണിനെ നീ തുറക്കുമ്പോൾ നിന്റെ മുഖത്ത് കണ്ണു നോക്കും. കണ്ണു തുറന്ന് ഭർത്താവിന്റെ മുഖത്തേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ആ കണ്ണ് കണ്ടുകൊണ്ട് സ്നേഹമുണ്ടാവണം, സ്നേഹം അധികരിക്കണം, സ്നേഹം അധികമുണ്ടാവണം. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹുവിനുള്ള തൗഫീഖ് തരട്ടെ. സഹോദരിമാരും പഠിക്കാൻ പോകുന്ന എന്റെ പാവപ്പെട്ട 15, 16, 17 വയസ്സായ പെൺമക്കളുണ്ട്. വാപ്പാക്ക് വിശ്വസ്ത, ഉമ്മാക്ക് വിശ്വസ്ത. അവസാനം നൊന്തു പ്രസവിച്ച ഉമ്മാടെ മുന്നിലൂടെ അന്യപുരുഷന്റെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോ നിങ്ങൾ പറയും, അല്ലാഹുവേ, നിസ്കാരമുണ്ടായിരുന്ന പെണ്ണല്ലേ, പർദ്ദയിട്ടിരുന്ന പെണ്ണല്ലേ, പുറത്തിറങ്ങിയാ നൂന്ന് നോക്കാതെ നടക്കുന്ന പെണ്ണല്ലേ, അവളും ഒളിച്ചോടിയോ എന്ന് അത്ഭുതത്തോടെ ചോദിച്ചു പോകും. കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട വാപ്പ ഉമ്മമാര് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്താ? നിന്റെ പൊന്നുമക്കൾ പഠിക്കണമെന്നാ ചിന്തിക്കുന്നത്. നാളെ അതെല്ലാം എന്റെ സഹോദരങ്ങളോട് ഞാൻ സവിസ്തരം പറയുന്നതാ. ഒരു കുഞ്ഞു ദുനിയാവിലേക്ക് ജനിച്ചത് മുതൽ ആ കുഞ്ഞിനെ നിക്കാഹ് ചെയ്ത് വിടുന്നത് വരെ ഒരു മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുള്ള കാര്യം നാളെ ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ സഹോദരിമാരെ, അതിനിടയിൽ ഇതെല്ലാം ഗൗരവത്തോടെ പറയുന്നതാണെങ്കിൽ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ പൊന്നോമന പെൺമക്കളെ കൈറൂരി വിടുമ്പോ അവർക്ക് കണ്ണു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? അവരിവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ബസ്സിൽ യാത്ര ചെയ്തു പോയാ നിങ്ങൾ തന്നെ കണ്ടില്ലേ, റോഡിന്റെ 2 ഭാഗത്താര് സിനിമാ പോസ്റ്റർ കണ്ടില്ലേ? എനിക്ക് വേദന തോന്നിപ്പോയി. ഈ പൂവച്ചൽ ജംഗ്ഷനിൽ തന്നെ എന്റെ പ്രിയമുള്ളവര്, ഈ ആണ്ട് നേർച്ച നടക്കാൻ പോകുന്ന പരിശുദ്ധമായ പള്ളിയുടെ മുമ്പിൽ തന്നെ
തന്നെ നിങ്ങളൊരൽപ്പം അങ്ങോട്ട് നടന്നു പോരാൽ ആ ഇടത് ഭാഗത്ത് പോലും ഒരു 6 സിനിമയുടെ ഫോട്ടോ വെച്ചിട്ടില്ലേ? മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ ആവേശത്തോടെ വാതിന് വരുന്ന നബിദിനം ആഘോഷിക്കുന്ന ഈ സ്ഥലത്ത് പോലും നമുക്കത് മാറ്റാൻ കഴിയുന്നില്ലാരെങ്കിൽ നമ്മുടെ നാട് മുഴുക്കയും നഗ്നചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു പോയില്ലേ? സിനിമാ ലോകത്ത് അധികമായി നഗ്നത പ്രദർശിപ്പിക്കുന്ന നടികളെ വിലക്കാൻ ഭരണപക്ഷം തയ്യാറാണെങ്കിൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ, നമ്മുടെ കടകമ്പോളത്തിന്റെ മുമ്പിൽ ഒട്ടിച്ചിരിക്കുന്ന സിനിമാ പോസ്റ്ററിന്റെ വികൃതമായ രൂപങ്ങൾ അതുകൂടി ഒഴിവാക്കാ. ഈ കേരളം ഭരിക്കുന്ന, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഏത് ഭരണപക്ഷമാകട്ടെ, ഏത് രാഷ്ട്രീയ മേലാളന്മാരാകട്ടെ, അവരൊന്ന് മനസ്സ് വെച്ചാ നിങ്ങൾ ഈ കേരളത്തോട് കാണിക്കുന്നത് സംസ്കാര സമ്പന്നമെന്ന് ലോകം കൊട്ടുഘോഷിക്കുന്ന ഈ കേരളത്തോട് നിങ്ങൾ കാണിക്കുന്ന സന്തോഷമുള്ള ഒരു സമ്പ്രദായമാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് തള്ളിയിടല്ല. ഹറാമയത്ത് കാണാൻ വേണ്ടിയിട്ടോ നമ്മുടെ കണ്ണിനെ നമ്മൾ മാറ്റിവെക്കല്ല. അതുപോലെ തന്നെ നമ്മുടെ സംസാരമുണ്ടല്ലോ, ഭർത്താവ് ഭാര്യ മയക്കുന്ന സംസാരമേ പറയാൻ പാടുള്ളൂ. ഭാര്യ എപ്പോഴും ഭർത്താവിനെ മയക്കുന്ന സംസാരമേ പറയാൻ പാടുള്ളൂ. ഭാര്യയുടെ സംസാരം കേൾക്കുമ്പോ ഭാര്യയോട് സ്നേഹം കൂടണം ഭർത്താവിന്. ഭർത്താവിന്റെ സംസാരം കേൾക്കുമ്പോ ഭാര്യക്ക് സ്നേഹം കൂടണം. ഇതെന്താ പറയണേ? ഭർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് നീ ഒന്നും മിണ്ടല്ലോ അറുത്തോളയോ എന്ന് പറയും. കാരണം എന്താ? നീ മിണ്ടിയാ കൊളാവും. അങ്ങനെയല്ല നമ്മൾ മിണ്ടാനുള്ളത്. നമ്മുടെ സംസാരം ഉണ്ടാവുമ്പോ ഭർത്താവിന് സ്നേഹം അധികരിക്കണം. ഭർത്താവിന് സംസാരം ഉണ്ടാകുമ്പോ ഭാര്യയ്ക്ക് സ്നേഹം, ആ രീതിയിലുള്ള സംസാരമേ നിങ്ങൾ സംസാരിക്കാവൂ. 14 അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഈ മേൽ പറയപ്പെട്ട ഉപദേശങ്ങളെല്ലാം മരിക്കുന്നതിന് മുമ്പ് ഫാത്തിമ നിന്റെ അടുത്ത കൂട്ടുകാരികൾക്ക് പറഞ്ഞു കൊടുക്കണേ. ഫാത്തിമ എന്റെ സഹോദരിമാരോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്ന് കേട്ട ഈ പ്രഭാഷണ ശകലങ്ങള്, ഇന്ന് വരാത്ത നിങ്ങളെ കൂട്ടുകാരികൾ, നിങ്ങളുടെ സഹോദരിമാര്, അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂല് 14 പറഞ്ഞതാണ്, ഭർത്താക്കന്മാരായ നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം. വാപ്പമാര് പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം. കല്യാണത്തിനു മുമ്പ് വിളിച്ചിരുത്തിയിട്ട് മനോഹരമായി ഇത് അവതരിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2 ദിവസത്തെ ഈവനീതിന്റെ 3 ദിവസത്തെ പ്രഭാഷണത്തിൽ പൂർണ്ണമായും ഭർത്താവും ഭാര്യയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നു പോയിട്ടില്ല. എങ്കിലും പിന്നെ സഹോദരിമാർ ഭർത്താക്കന്മാർ ഫോൺ വിളിക്കുമ്പോൾ സലാം പറയണം എന്ന് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഭർത്താവിനോട് സലാം പറയാം അല്ലേ? ഭർത്താവിനോട് സലാം പറയാം. ഇപ്പൊ ഭാര്യ ഭർത്താവിനോട് സലാം പറയാം. ഏത് പ്രായത്തിലുള്ള ഭർത്താവാകട്ടെ ഭാര്യ ആവട്ടെ പരസ്പരം സലാം പറയാം. അതുപോലെ തന്നെ കണ്ടാൽ ആഗ്രഹിക്കാത്ത കുഞ്ഞു പെൺമക്കളാണെങ്കിൽ സലാം പറയാം. കണ്ടാൽ വിവാഹം കഴിക്കണമെന്ന് തോന്നാത്ത പെൺകുട്ടികളുണ്ടല്ലോ, മദ്രസയിൽ പോയിട്ടൊക്കെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാം. അല്ലാതെ കോളേജിന്റെ മുമ്പ് പോയി BA അടിക്കുന്ന പെണ്ണൊക്കെ കണ്ടിട്ട് അസ്സലാമു അലൈക്കും, സലാമൊന്നും മുടക്കുന്നില്ല എന്ന് പറഞ്ഞു പോയി നിൽക്കാൻ പാടില്ല. അത് പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ ഒരു സലാം ഇങ്ങോട്ട് എഴുതി വെച്ചുകൊണ്ട് ഇറങ്ങും, ബിസ്മിൻ ചൊല്ലി എയർപോർട്ടിൽ പേരെഴുതി കാത്തിരിക്കണക്ക്. അത് പാടില്ല. നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? കണ്ടാൽ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കല്ല നമ്മൾ സലാം പറയാനുള്ളത്. അങ്ങനെയുള്ളവരോട് സലാം പറയണ്ട. കണ്ടാൽ ആഗ്രഹിക്കാത്ത കുഞ്ഞുമക്കളോട് സലാം പറ. ഇനി ഒരു ഹിന്ദു സഹോദരൻ നമ്മളോട് സലാം പറഞ്ഞാലോ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നീ വടക്ക് ഇവിടെ മുസ്ലിങ്ങളെ വടക്കാൻ നേരമില്ല, പിന്നെ നിന്റെ വടക്കണെന്ന് പറയും. അങ്ങനല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, സഹാബികൾ അങ്ങനെ ചോദിച്ചപ്പോൾ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഹിന്ദുക്കള് പിന്നെ സലാം പറഞ്ഞാൽ വ അലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് റസൂൽ പറഞ്ഞു. വ അലൈക്കും എന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവട്ടെ എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ ആ കാലഘട്ടത്തിൽ ചില ആൾക്കാരുണ്ടായിരുന്നു, അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ നാശമുണ്ടാകട്ടെ എന്നാ. അസ്സാമു അലൈക്കും എന്നാണ് എന്റെ അർത്ഥം. അസ്സലാമു എന്ന് പറയുമ്പോഴാ സലാം ആവുള്ളൂ. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നീ പെട്ടെന്ന് തട്ടിപ്പോട്ടെ എന്ന് അർത്ഥം. അപ്പൊ ഓടി വന്നിട്ട് ഒരു ഹിന്ദു നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് അസ്സാമു അലൈക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഞാൻ മരിക്കട്ടെ നീ രക്ഷപ്പെടട്ടെ. അങ്ങനെ പാടില്ലല്ലോ. അപ്പൊ അത് പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അസ്സാമു അലൈക്കും എന്ന് അവൻ പറയുമ്പോ അലൈക്കും, ആദ്യം നിനക്ക് എന്നെ കൊട്ടേഷൻ കിട്ടട്ടെ, പിന്നെ ഞാൻ വാങ്ങിച്ചോളാം എന്ന് തിരിച്ചങ്ങോട്ട് പറയാം. അങ്ങനെ അള്ളാഹ് റസൂൽ പറഞ്ഞ അങ്ങനെ പ്രഭാതം നമ്മൾ ആലോചിക്കും, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹ് റസൂൽ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സലാം പറയൽ ഭർത്താവിനോടൊന്ന് പറഞ്ഞത് കൊണ്ട് ഗൾഫിൽ നിന്ന് ആര് വിളിച്ചാലും ഫോൺ എടുത്തന്നെ അസ്സലാമു അലൈക്കും, ആരും അച്ചാരം കൂട്ടുകാരന് നാളെ വരുവാ, അങ്ങനല്ല. അതല്ല
ഞാൻ പറഞ്ഞു വന്നത്, കണ്ടാൽ ആഗ്രഹിക്കുന്നവരോട് സലാമിനൊരു മര്യാദ ഉണ്ടല്ലോ, സലാമിനൊരു മര്യാദ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്, നമ്മളെ നാട്ടില് സലാമിന്റെ ആ ഒരു ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ റസൂല് പരസ്പരം നമ്മുടെ മനസ്സുകൾ ഇണങ്ങാൻ പറഞ്ഞു, അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക എന്നാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവർ സലാമിനെ വ്യാപിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഭാഗത്തൂടെ പോയിട്ട് അസ്സലാമു അലൈക്കും, മറുഭാഗത്തൂടെ വന്ന് വീണ്ടും അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ് കളിക്കുമായിരുന്നു. കാരണം എന്താ? ആ സലാം ഒന്ന് വ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് അങ്ങനല്ലല്ലോ, നമ്മളിന്ന് ഒരുപാട് മാറിപ്പോയി. ഇന്ന് സലാം പറയില്ല, ഇന്ന് സലാം പറയുന്ന രീതി നമുക്കില്ല. ചില ആൾക്കാര് സലാം മടക്കണ കണ്ട വായിന്ന് എന്തോ ഒന്ന് വീണു പോലെ നമ്മളിത് അങ്ങോട്ട് വാ തുറന്ന് കാര്യമായിട്ട് സലാം പറഞ്ഞാൽ എന്താ വിനയം? സലാമിന്റെ അടയാളം അതാണ് എൻ്റെ പ്രിയമുള്ളവരെ. സലാം പറയുകയും മടക്കുകയും ചെയ്യുന്നതിന്റെ അടയാളം അതാണ്. വിനയമുള്ള മനുഷ്യനെ അത് കഴിയുള്ളൂ. അഹങ്കാരികൾ സലാം പറയില്ല. വരണവര് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. വരുന്നവർ പറയട്ടെ, അവൻ പറയട്ടെ, ഞാനിവിടുത്തെ 2 ഹജ്ജ് കഴിഞ്ഞ ആളല്ല, അവൻ ഇന്നലെ പോയല്ലേ ഉള്ളൂ, അവൻ പറയട്ടെ. അങ്ങനല്ല. അസ്സലാമു അലൈക്കും അതിൽ ഇസ്ലാമികമായ നല്ലൊരു ബന്ധമുണ്ട്. അതിലൂടെ ഒരുപാട് മനുഷ്യബന്ധങ്ങൾ ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സലാം പറയൽ ഒരു വലിയ അമലായിട്ട് കാണണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ദുആ കഴിയാതെ ഒരാൾ പോലും വീട്ടിലേക്ക്